പാടിയും ആരാധിച്ചും സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. 1-ാം തീയതി ആരംഭിക്കപ്പെട്ടതായ യാത്ര കർത്താവെ പല സ്ഥലങ്ങളിൽ താണ്ടി ഹല്ലേലൂയ കൊല്ലം ജില്ലയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ യാത്രയിൽ കർത്താവ് കൂടിയിരുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിൽ ആരാധിക്കുവാനും പാടുവാനും കൃപ നൽകി. ഇതിനോടകമായ നല്ല നിർദ്ദേശങ്ങൾ ദൈവിക വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാനിടയായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകൊണ്ട് സ്തോത്രം. ഞങ്ങളിൽ ചൈതന്യം വരുത്തിക്കൊണ്ടിരിക്കുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക അരുളപ്പാടുകൾ അവർ ദാസന്മാരിലൂടെ ഞങ്ങൾ കേൾപ്പിക്കുമാറാകണമേ. ഞങ്ങൾ കേൾവിക്കാരായിട്ട് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഈ പ്രാദേശിക സഭയ്ക്കായി സ്തോത്രം. അവർ ദാസനായി സ്തോത്രം. ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം തികച്ചു ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാകണം. ഞങ്ങളുടെ തലയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന അറിവ് അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചിലത് പ്രാപിച്ച് ഞങ്ങൾ മുന്നേറാൻ കർത്താവ് ഇടയാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ കനിയണമേ. അവിടുത്തെ സാന്നിധ്യത്തിന് മറക്കണമേ. അവിടുത്തെ എഴുന്നള്ളത്തിൽ ഞങ്ങളുടെ നടുവിലുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. രാജാവും കർത്താവുമായുള്ളവരെ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ഞങ്ങൾ കടന്നു വരുന്നു. ആരാധന ആരംഭം അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിറവും ഞങ്ങളുടെ മേൽ പകരും. പ്രാർത്ഥനകളും യാതനകളും ഒന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. നിന്നകൃത്യം പരനോക്കയും പോക്കി നിന്നകൃത്യം പരനോക്കയും പോക്കി തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി വാഴ്ത്തുക നീ മനമേ എൻ പരനേ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനേ വാഴ്ത്തുക നീ മനമേ. Roche baja tori amse Lamanto leku tenamusu Maru shekatu na roko loro diatulirisi ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഇരിക്കാം പ്ലീസ്. ഇപ്പോൾ നമ്മുടെ കൊല്ലം സെക്ഷൻ പാസ്റ്റർ ജി കെ ജോൺ അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, അവിടുത്തെ എല്ലാ നല്ല ദാനങ്ങൾക്കും കൃപകൾക്കുമായി ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അനാദിയായി ശാശ്വതവാനായ ദൈവം, അവിടുത്തെ കൃപയ്ക്കും അവിടുത്തെ ദയയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഉണ്മയോട് നടത്തുന്ന അവിടുത്തെ മുഖത്തേക്ക് നോക്കി അങ്ങ് നല്ലവൻ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒന്നിച്ചു പറയാൻ ദൈവം ഈ രാത്രിയെ ദാനം തന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സമൂഹം നടത്തി വരുന്ന പ്രാർത്ഥനാ യാത്രയുടെ കർത്താവേ, ഒരു പകലിന്റെ സന്ധിയിലേക്ക് അടുത്തു വരുന്ന ഈ രാത്രി ദൈവത്തിന്റെ വിശേഷ കൃപയും
അനുഗ്രഹവും ഇന്ന് പകൽ പകർന്നതുപോലെ ഈ രാത്രിയിലും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശേഷ കൃപ നാളിതുവരെ യാത്രയുടെ മേലും അതിന്റെ എല്ലാ പരിശ്രമങ്ങളുടെ മേലും അയച്ചല്ലോ. ടീം അംഗങ്ങൾ എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറിനായി സ്തോത്രം. കുടുംബമായി ഓർക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം. കുടുംബമായി ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ടീം അംഗങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടിയത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംവദിക്കുന്ന രാത്രിയാക്കി മാറ്റുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പുത്രന്റെ നാമത്തിൽ ചോദിച്ചതെല്ലാം നൽകണം. പിതാവേ, ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടുകൂടെ ഒരുമിച്ചായിരിക്കാൻ ഞങ്ങൾക്കും ഇടയാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ പ്രാർത്ഥനാ യാത്രയുടെ കാര്യം പരസ്യമായി അനൗൺസ് ചെയ്തപ്പോൾ ഓരോ സെക്ഷനുകളിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു പരസ്യത്തിൽ പ്രിയ കുണ്ട്ര സെക്ഷൻ പ്രിസ്ബിറ്റർ വളരെ ബഹുമാന്യനായ ഷോജി കോശി പാസ്റ്റർ ഉടൻ തന്നെ വിളിച്ച് ഞങ്ങളുടെ സെക്ഷനിൽ ഒരു പ്രാർത്ഥന വേണമെന്ന് പറയുവാനായിട്ട് ഇടയായിരുന്നു. എങ്കിലും മിക്ക സെക്ഷനുകളിലും വീണ്ടും കോണ്ടാക്ട് ചെയ്തു. പക്ഷേ അതിനുള്ള സമയമില്ലല്ലോ. 13 ദിവസമല്ലേ ഉള്ളൂ. സോ 2 മീറ്റിംഗ് വെച്ച് 26 മീറ്റിങ്ങുകൾക്ക് താഴെ നമുക്ക് നടത്താൻ പറ്റുന്നുള്ളൂ. ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ചർച്ചിലും കടന്നു പോകണം. അതുകൊണ്ട് വരുന്ന മറ്റ് പല സെക്ഷനുകളിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഞങ്ങൾ അങ്ങോട്ടും പോകുന്നതായിരിക്കും. ആ രീതിയിൽ ഇവിടെ ഈ മുഖത്തല ചർച്ചിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ വിശേഷ ഈ സഭയെ ഓർത്തും സെക്ഷനെ ഓർത്തും പ്രിസ്ബിറ്ററെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊല്ലം സെക്ഷൻ പ്രിസ്ബിറ്റർ, മറ്റ് ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഏറ്റവും ബഹുമാനീയനായ പ്രിയ സാറ്, പ്രിയ ആന്റി തോമസ് ഫിലിപ്പ് സാറ്, പ്രിയ ആന്റി, മറ്റ് ഈ ടീം അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് ഞങ്ങൾ ഏകദേശം 24 പേരുടെ അടങ്ങിയ ഒരു ടീമാണ് വന്നിരിക്കുന്നത്. അന്നേരം ചിലപ്പോൾ ചിന്തിക്കും, സാറ് 24 സാറ് ആദ്യം ഒരു വെളിപ്പാട് പറഞ്ഞാൽ 24 മൂപ്പന്മാരടങ്ങുന്ന ഒരു സംഘം പോകണം. അപ്പോൾ ഇതിനകത്തിൽ ആരെങ്കിലും ആളുകളെ സാറ് സെലക്ട് ചെയ്തോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. സാധാരണ രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ അയച്ച ആ ലെറ്ററിൽ കാര്യം വളരെ വ്യക്തമായിരുന്നു. ആർക്കൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം എന്നുള്ളൊരു പദപ്രയോഗമായിരുന്നു. അതിൽ ഇത്രയും പേര് കോണ്ടാക്ട് ചെയ്തു. ഇന്നലെ വരെ 22 ഉണ്ടായിരുന്നു. ഇന്നിപ്പം 24 പേര്. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ കാരണം ആർക്കെങ്കിലും ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു, ഒരാളുടെ ചർച്ചിലെ മൂപ്പനാക്കാൻ പോവാൻ. അന്നേരം പറഞ്ഞു തല നനച്ചിട്ടില്ലല്ലോ. അന്നേരം ഈ തല നനച്ചത് മാത്രമല്ല, മൂപ്പൻ കാര്യപ്രാപ്തിയോടുകൂടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അത് ദൈവവചന പ്രകാരം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കുമല്ലോ ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ മൂപ്പൻ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തലമുടിയൊക്കെ നരച്ച് താടി ഓക്കെ, നമ്മളതുകൊണ്ട് അത് കേവലം സാറ് ആ ഒരു പ്രഖ്യാപനം നടത്തിയത് വളരെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സമയത്താണ്. ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു, അത് വിളിച്ചു പറഞ്ഞു. അത് വളരെ എന്താണ് ആത്മമണ്ഡലങ്ങളോട് അന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വിളിച്ചു പറയുക. പക്ഷേ അത് ഇനി സാറ് തന്നെ പറയും, ഞാൻ അതിലോട്ട് കിടക്കണം. ഓക്കെ, നമ്മള് 30 ദിവസം നമ്മൾ 40 days ഫാസ്റ്റിംഗ് പ്രെയർ നടത്തിക്കഴിഞ്ഞ് നമ്മളെല്ലാവരും അങ്ങോട്ട് കടന്നു വന്നു. കുണ്ട്ര സെക്ഷൻ, കൊല്ലം സെക്ഷനൊക്കെ തുടർമാനം പ്രിസ്ബിറ്റർ അടക്കം മറ്റ് ദൈവത്തിന്റെ ദാസന്മാർ എല്ലാവരും തുടർമാനമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് വന്നതുകൊണ്ട് സാറിനൊരാഗ്രഹം, എല്ലാവരും നിങ്ങളുടെ അടുത്തേക്കൂടെ കടന്നു വന്ന് പ്രാർത്ഥിക്കണം.
അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ അവസരവും, പ്രത്യേകിച്ച് രണ്ടുപേരും വളരെ തിരക്കുള്ള സമയമാണ്. സാറിനെ സംബന്ധിച്ച് ആ പുസ്തകം എഴുതുന്നതിൽ അന്നത്തെ ദിവസം 1-ാം തീയതി വരാൻ വേണ്ടി അതിന്റെ തലേ ദിവസം വളരെ ലേറ്റ് നൈറ്റ് ഈ പുസ്തകത്തിന്റെ വർക്കുകൾ കംപ്ലീഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ നിർത്തിയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു വണ്ടി കിട്ടി. വണ്ടിയിലൊന്ന് കേരളം മുഴുവൻ ചുറ്റാം. കാരണം ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഇപ്പം ഫുൾ ഗ്ലാസ് വണ്ടിയും അന്നേരം നല്ല ഭൂപ്രദേശമൊക്കെ കാണുകയും ചെയ്യാം. എത്ര നാൾ കൊണ്ട് വീട്ടിൽ ഇരിക്കുന്നു, എന്നാ പിന്നെ ഒരു ചുറ്റിലൂടെ ആയിക്കല്ല എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി തിരിച്ചതായി ഒരു യുദ്ധക്കളത്തിലൂടെ ഇറങ്ങി തിരിച്ചത്. I am sorry to say, I am sorry. സാറ് അന്ന് മുതൽ ഫാസ്റ്റിംഗ്. I am sorry to say. സാറിനത് പറയുന്നത് ഇഷ്ടമല്ലായിരിക്കാം, എങ്കിലും ഇപ്പൊ അങ്ങോട്ടും പെട്ടെന്ന് അന്നേരം അന്ന് മുതൽ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ കഴിച്ചു. സാറ് ഫാസ്റ്റ്. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തോ ഒന്ന് വളരെ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ചുമ്മാതൊന്ന് കയറി വന്ന ഒരു പ്രാർത്ഥന നടത്തി എല്ലാരും ഒന്ന് തുള്ളിച്ചിട്ട് അടുത്തടുത്തും പോയി കുറച്ച് ഉള്ളലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മളൊന്ന് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച് സാറിലേക്ക് ഞാൻ കൈമാറി. നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭ, നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ പറയാം. ആ സഭ ശക്തമേറിയ ആരാധന ഞാൻ ശുശ്രൂഷിക്കും. അതിനു മുന്നേ ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് നല്ല ആരാധന വെളിപ്പെട്ടു. ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് കയറിയപ്പോൾ ഒരു ദൈവശക്തിയുടെ പകർച്ച വെളിപ്പെട്ടപ്പോൾ ഞാൻ ഓർഗനിസ്റ്റിനെ നോക്കി. ഓർഗനിസ്റ്റ് അക്ഷരം കിട്ടുന്നില്ല, ഇങ്ങനെ പുള്ളി ജനത്തെ തുള്ളിക്കുക. എന്നിട്ട് പുള്ളി പൊളിക്കാതിരിക്കും. ഞാൻ പറഞ്ഞു നിർത്താം. അധികാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൻ നോക്കത്തില്ല, അതൊക്കെ പറയും. നിർത്താം. സ്തുതിക്കാനാണ് വാ തോന്നാൻ സ്തുതിക്കണം. ചില പിള്ളേരോടൊക്കെ നമ്മൾ സ്തുതിക്കാനൊക്കെ പറയണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം. എന്താണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനോട് എന്ന് പറഞ്ഞാൽ 10-26 വയസ്സായി ഈ മോനോട് ഞാൻ പറഞ്ഞു ശ്രമിക്കാൻ ഒരു 10 മിനിറ്റ് ഇവന്റെ പേര് ദൈവശക്തി. ഇവൻ കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ഓർഗനില്ല, ഒന്നുമില്ല. ഇവൻ അങ്ങോട്ട് അവിടെ കിടന്നങ്ങോട്ട് മറിയാം. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഞാൻ 8 വർഷം മലയാളം ഡിസ്ട്രിക്റ്റിലെ ചർച്ചയാണ്, 8 വർഷം കൊണ്ട് ഈ ചർച്ചിലെ കീബോർഡിസ്റ്റ് ഞാൻ ജനത്തെ ആരാധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 8 വർഷം കൊണ്ട് ആരാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരള മണ്ഡലം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ അങ്ങ് സി എ ക്യാമ്പിൽ ആരുണ്ടായിരുന്നു? കഴിഞ്ഞ അങ്ങ് സി എ ക്യാമ്പിൽ നമ്മൾ ഓർഗൻ തൊട്ടില്ല. നമ്മൾ ഓർഗൻ തൊട്ടില്ല. 1:30 10 മണിക്ക് തുടങ്ങി ആരാധന. ഈ ഓർഗന്റെ ചൂട് വരുമ്പോ പൊങ്ങുന്നതല്ലെന്ന് ആരാധന എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പാട്ട് പാടുമ്പോഴത്തേക്ക് അല്പം കൂടെ ആവേശം കയറും. ആവേശത്തിൽ നമ്മൾ കൈ കൊട്ടി അടിച്ചു കളിച്ചു. ഇതാ നമ്മുടെ ആരാധന സ്റ്റൈൽ. അതിനകത്ത് നമുക്ക് അതിനപ്പുറത്തോട്ട് നമ്മുടെ ആ സിസ്റ്റം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഐ എം സോറി. ഒരു ഉദാഹരണം പറയാം. ഒരു അനുഭവം പറയാം. കേരളം മുഴുവനും ചുറ്റി, ഇന്ത്യ മുഴുവനും പല പ്രാവശ്യം ചുറ്റി. ലാസ്റ്റ് കേരള ഇന്ത്യ ചുറ്റി പ്രാർത്ഥിച്ചു. വെസ്റ്റ് ബംഗാളിൽ സിലിഗുഡി എന്ന സ്ഥലത്ത് അന്ന് നൈറ്റ് മീറ്റിംഗ്.
8 തൊട്ട് 10 വരെ പാസ്റ്റർ, നേപ്പാളി പാസ്റ്റർ. ഞങ്ങള് അങ്ങോട്ട് ചെന്നു. വളരെ ടയേർഡ് എന്ന് പറഞ്ഞാൽ ലോങ് ഹവേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. 8 മണിക്ക് അങ്ങോട്ട് ചെന്നു. അവിടുന്ന് ഇനിയും നേരെ സിലിഗുഡി എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റേഷൻ ഗുവാഹട്ടി, ആസാം. അന്ന് ലോങ് നെക്സ്റ്റ് ഡേ ലോങ് ഹവേഴ്സ് ഡ്രൈവ് ചെയ്യും. ശ്രദ്ധിച്ചോണേ. ഞങ്ങളവിടെ പോയി നിന്നു. ആദ്യമായിട്ട് കാണുന്ന ദൈവദാസനാണ്. ഇവിടെ നിന്ന് കോണ്ടാക്ട് കിട്ടി. ഞങ്ങൾ അവിടെ ആയിട്ട് കണക്ട് ചെയ്തു. ഒരു നല്ലൊരു വർഷം ഞങ്ങൾ ഇവിടെ സൈഡിൽ ഇരിക്കുന്നു. ഇവര് വർഷിക്കും. ഒരു 3-4 നന്നായിട്ട് വർഷിക്കും. ഒരു മണിക്കൂർ ഒറ്റ മണിക്കൂർ നന്നായിട്ട് ഇവർ ആരാധിച്ചു. നന്നായിട്ട് അവർ അവരുടെ പാട്ട് പാടി. അത് കഴിഞ്ഞ് 9 മുതൽ 10 മണി വരെയുള്ള സമയം എൻ്റെ ഞാൻ കയറി അല്പസമയം വചനം അങ്ങോട്ട് തൊട്ട് എൻ്റെ കൂടെ വന്ന ദേവദാസന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ അവരെയും കൂടെ നിർത്തിയാണ് പറയുന്നത്. ഒരു ദൈവശക്തിയുടെ പ്രദർശനം വെളിപ്പെട്ടപ്പോൾ വർഷിപ്പിന്റെ 3-5 പേരുണ്ട്. ലീഡ് ചെയ്ത വ്യക്തി പെട്ടെന്ന് പറയാം, मैं नहीं जाएगा, ഞാൻ പോകത്തില്ല, मैं नहीं जाएगा. ഒറ്റ മണിക്കൂർ എല്ലാരും മുള്ളേ നിർത്തി ആരാധിപ്പിച്ചാണ്. मैं नहीं जाएगा. ഞാൻ കുറച്ചു നേരം ഒന്നും വേണ്ടി അങ്ങോട്ട് ചെന്നേ. ആവേശം നമ്മൾ കാണിക്കണ്ടായില്ല. ദൈവാത്മാവല്ലേ ഇതൊക്കെ ചെയ്യുന്ന കാര്യം. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തോ പറ്റും. ദൈവമല്ലേ. വീണ്ടും ഇങ്ങനെ ആത്മമണ്ഡലത്തോട് ദൈവവചനം ശുശ്രൂഷിച്ചോണ്ടിരുന്നപ്പോ വീണ്ടും ഹിന്ദി തന്നെ ശുശ്രൂഷിക്കും. പെട്ടെന്ന് ഈ വ്യക്തി പറയുക, മേ ആസാം സേ ആയ, ഞാൻ ആസാമിൽ നിന്ന് വന്നതാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ജനത്തെ കബളിപ്പിക്കുന്ന ദുഷ്ട പിശാചേ ഒറ്റയടിക്ക് താഴെ. എന്റെ പൊന്നു വാസവേ, 9:30 തുടങ്ങിയത് 2:45 ഈ ഭൂതം പോയത്. 2:45 എന്റെ മക്കളെ അല്ലേ, 2:45 രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് സിലിഗുഡിയിൽ നിന്ന് ഗുവാഹട്ടി എന്ന് പറഞ്ഞാൽ ഒരു 12 hours ജേണിയാണ്. അതിനിടയ്ക്ക് ഭൂട്ടാനിലേക്കൊന്ന് പോകുന്ന ഒരു റൂട്ടും ഉണ്ട്. പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഞങ്ങളെ കൂടെ മെനക്കെടുത്തി. പക്ഷെ അവസാനം എന്തായാലും വിട്ടുകൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. 2:45 ആയപ്പോൾ ഇത് പറഞ്ഞു, ഞാൻ പൊക്കോളാവുള്ള. ഇന്നും ആ പാസ്റ്റർ വളരെ സ്നേഹത്തോടുകൂടി, പ്ലീസ് ഒരാഴ്ചത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടിക്കറ്റ് തരാം. ഫ്ലൈറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല, ട്രെയിൻ ടിക്കറ്റ് തരാം. വിളിച്ചോണ്ട് ഇനി അടുത്ത അനുഭവം നമ്മളങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാകും എന്ന് പറഞ്ഞാൽ, ആരാധന ഒരാൾ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ഇമോഷൻ. പ്ലീസ് can you turn our attention to വെളിപ്പാട് പുസ്തകം. yes വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യം. Next. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് വളരെ സുപരിചിതമായ വാക്യം, വലിയൊരു എക്സോർട്ടേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താണ് ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ചൊരു ഇങ്ങനെയൊക്കെ ആരാധിച്ചപ്പോ സ്ഥിരമായിട്ട് ഈ ഒരു ആത്മമണ്ഡലത്തിലേക്ക് നയിച്ചത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണേ. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഈ ഒരു ആത്മമണ്ഡലത്തിലേക്ക് നയിച്ചത് 40 ദിവസം തുടർമാനമായിട്ടുള്ള സാറിന്റെ ക്ലാസ്. ആ ക്ലാസ്സിൽ ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു, ചിലര്
തുടർമാനമായിട്ട് വന്നവരുമുണ്ട്. പക്ഷേ അതൊരു സിസ്റ്റമാറ്റിക് ക്ലാസ്. ജനം വരുന്നോ ജനം വരുന്നില്ലയോ എന്നൊന്നും സാർ നോക്കി തന്നെ ഏൽപ്പിച്ചത് ധൈര്യത്തോടെ വിളിച്ചു കൊടുത്തു. അന്ന് എൻ്റെ ആരാധനയുടെ ഈ മനോഭാവങ്ങളെ ദൈവം മാറ്റി. അന്ന് പഠിപ്പിച്ച ഒരു പാഠത്തിന്റെ ഒരു ചിന്ത പറഞ്ഞ് നമ്മളൊരു അല്പസമയം ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ പോവാണ്. നമ്മൾ 9-10 വാക്യം വായിച്ചു. 9-ാം വാക്യം അത് സ്വർഗത്തിൽ ഉള്ള ഒരു വിഷയമാണെങ്കിൽ പോലും ഇന്നത്തെ നമ്മളോടുള്ള ബന്ധത്തിൽ എന്താണ് 9-ാം വാക്യം പറയുന്നത് ദൈവം ആരാണ്. 10-ാം വാക്യം പറയുന്നത് നമ്മൾ ആരാണ് എന്നുള്ളത്. ദൈവം ആരാണ്. 10-ാം വാക്യം നമ്മൾ ആരാണ്. ഇനി ഒന്ന് വായിച്ച ഇനി ആ കൺസെപ്റ്റിൽ 9-10 വാക്യം വായിക്കാം. ദൈവത്തിന്റെ ഒന്നാം ആ പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യ. സാർ അവിടെ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിന് നന്ദിയോടെ ആമേൻ. സ്തുതിയും സ്തോത്രം. എന്താണ് സ്തുതി? എന്താ മക്കളെ സ്തുതി? സ്തുതി സ്തുതി സ്തോത്രം സ്തോത്രം കേവലമാണ് യോഗ്യ. അവിടെ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും എല്ലാം സർവശക്തനായ കർത്താവായ യേശു യോഗ്യ. ദൈവം ആരാണെന്ന് ഉള്ള വെളിപ്പാട്, ദൈവത്തിന്റെ മഹത്വം എന്താണെന്നുള്ളൊരു വെളിപ്പാട്, അത് ഉള്ളിൽ ഹൃദയത്തിൽ ആഴമേറിയ രീതിയിൽ ഒരു വെളിപ്പാട് കിട്ടിയിട്ട് ആ ദൈവത്തിന്റെ മഹിമയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന പുകഴ്ചയാണ് സ്തുതി. മനസ്സിലായവർക്ക് സ്വതന്ത്രം പറഞ്ഞു. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി എന്നെ കുറിച്ച് എന്റെ മകൻ എന്നെ പുകഴ്ത്തി പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകുമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കെ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹിമയെ ഉള്ളിൽ മനസ്സിലാക്കി ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പുകഴ്ചയാണ് ആരാധന. അങ്ങനെ ദൈവത്തോടുള്ള പുകഴ്ച അത് ഹൃദയത്തിൽ തള്ളിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോ അടുത്ത് നിൽക്കുന്നവർ ആരാധിക്കുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എന്റെ അപ്പൻ സാധാരണ രാജാവ്. ഒന്ന് പറയാമോ ദൈവത്തിന്റെ ആർത്തത്തെ പറ്റി? ഒന്ന് പറയാമോ ദൈവത്തിന്റെ ആർത്തം? ദൈവം വിഷു വേണ്ട, നമ്മള് ഞാൻ എല്ലാവരും കൊണ്ട് പറയിപ്പിച്ചൊന്നും വേണ്ട. ഒന്ന് വായിച്ചു വചനത്തിൽ കൂടെ തന്നെ പോകാം. 4-ാം അധ്യായം പെട്ടെന്ന് 4-ാം അധ്യായം 8-ാം വാക്യം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ ദൂതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേക വാക്യങ്ങൾ വായിക്കാനുണ്ടെങ്കിലും അതിന്റെ 11-ാം വാക്യം കർത്താവേ, എല്ലാവരും പറയും, നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവാണ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. കാണാതെ പഠിക്കേണ്ട വാക്യം, കേവലം കാണാതെ പഠിക്കേണ്ടതല്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ? എന്റെ അച്ചായനെന്നുള്ള ചിന്തയൊക്കെ മാറണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മേൽ കിരീടം താഴെ പോകണം. ദൈവത്തെ പറ്റിയുള്ള ദർശനം
അത് വിളിച്ചു പറയണം. അല്ലെങ്കിൽ നമ്മുടെ കിരീടം ഉയർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞേ, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായി സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. ഈ ദൈവത്തെ സ്തുതിക്കാൻ നീ എന്താ മടി? 6-ാം വാക്യം 5-ന്റെ 6. ഞാൻ സിംഹാസനത്തിന്റെ മേൽ 4 ജീവികളുടെ നടുവിൽ. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടവനായി നിൽക്കുന്നത് കണ്ടു. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടു മാത്രമല്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ പാതാളത്തെ തോൽപ്പിച്ചുകൊണ്ട് രാജാവി രാജാവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹേ മരണമേ നിന്റെ ക്ഷയമെവിടെ? ഹേ മരണമേ നിന്റെ വീഴ്ചമുള്ളവിടെ? മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ദൈവത്തെ അടുത്ത എന്താ എഴുതിയിരിക്കുന്നറിയോ? സകല ഭാഷകൾ ഞാൻ അവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നമ്മൾ വിലയ്ക്ക് വാങ്ങിയോ? എന്തെങ്കിലും കൊടുക്കുമോ? വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ അതിനൊരു വില. അങ്ങനെയാണെങ്കിൽ കർത്താവ് കൊടുത്ത വില എന്താണെന്നറിയാമോ? സ്വന്തം രക്തം. താൻ സമ്പാദിച്ച സഭ, താൻ സമ്പാദിച്ച സഭ ഇന്നു രാത്രിയിൽ ആ സ്വന്തം രക്തം കൊടുത്ത്, ഹല്ലേലൂയ, ആടുകളുടെ കാളകളുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവസ്ത്രവും നമുക്ക് ചെടിക ശുദ്ധി വരുത്തുന്നു എന്ന് വരികിൽ നിത്യാത്മാവിനെ തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ദൈവത്തെ ആരാധിപ്പോൾ നമ്മുടെ നിർജീവ പ്രവർത്തികളെ പോക്കി നമ്മുടെ മനസ്സാക്ഷിയെ എത്ര അധികം ശുദ്ധി. ഈ ദൈവത്തെ ഇന്നു രാത്രിയിൽ ശക്തിയോടൊന്ന് സ്തുതിച്ചേ, ശക്തിയോട് സ്തുതിച്ചേ. ദൈവം ആരാണെന്ന് ഓർത്തൊന്ന് സ്തുതിച്ചേ. ഓ ജീസസ് 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 ജീസസ്. ഓ ഷാന ധാന റതലാറ ധാന ധാനെ. സംഘടിപ്പിക്കാൻ ആത്മാവിന്റെ ഒരു നിയോഗം എനിക്കുണ്ടായി. അത് ഞാൻ പ്രാർത്ഥനയുടെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജോമനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം അത് ഗ്രൂപ്പിലിട്ടു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ കൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർ വരാൻ പേര് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് കൊടുത്തു. അങ്ങനെ നിശ്ചയിക്കേണ്ട തീയതി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. 3-ാമത്തെ ദിവസം. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലായി. നമ്മുടെ സെക്ഷനുകളിൽ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങ് തിരുവനന്തപുരം ജില്ല മുതൽ തൃശ്ശൂർ ജില്ല വരെയാണല്ലോ നമ്മുടെ ഈ സമൂഹം. അതുകൊണ്ട് അതിൻ്റെ സെക്ഷനുകൾക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ യോഗം ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഓരോ സെക്ഷനുകൾ ഞങ്ങളിങ്ങനെ താണ്ടി വരിക. എല്ലായിടത്തും വരാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് ഒഴിവുണ്ടാക്കി ഇട്ടിരുന്ന സമയം ഉണ്ടായിട്ടല്ല, ഇങ്ങനെ റിസർവ് ചെയ്തിട്ടിരുന്നതാണ് ഈ 13-ാം തീയതി വരെ. അപ്പൊ അതുകൊണ്ട് അത്രയും ദിവസത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാൻ ആഗ്രഹിച്ചു. ഇവരിത്രയും പേര് എൻ്റെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ ഇന്ന് മുഖത്തിലെത്തിയിരിക്കും. നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ സന്തോഷം. ഇവിടെ കുറച്ചു നേരം ഇങ്ങനെ ആളുകൾ ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ സാധാരണ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നറിയത്തില്ല. എന്നാലും അതിപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെല്ലാം ഇങ്ങനെ ആത്മീയം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ക്രമേണ ഇഷ്ടപ്പെട്ടോളൂ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ കുറച്ച് പേര് നമ്മുടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. കുറച്ച് നിങ്ങൾ എത്ര പേര് വന്നായിരുന്നു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന?
ഒന്ന് കൈവക്കാം. നിങ്ങൾ ഇത്രയും പേര് വന്നു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അവിടെ ഒരു 40 ദിവസത്തെ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും വചന പഠനവും ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളെന്തിനാ വന്നതെന്ന് പറഞ്ഞു. അതാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പറയുന്നത്. അല്ലേ, ഞങ്ങളിങ്ങനെ വന്ന് കുറച്ച് പാട്ടൊക്കെ പാടി തുള്ളി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യം. ഞങ്ങൾ വന്ന ഒരു പ്രത്യേക ഉദ്ദേശം, ആ ഉദ്ദേശം പറഞ്ഞിട്ട് പലർത്തിനാണ് ഒന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ യോഗം അവസാനം. ഈ യോഗത്തിന്റെ കാരണം ഒരു 1996 മുതൽ ദൈവം ഇന്ത്യയിൽ പല സ്ഥലത്ത് എന്ന് പല ആളുകളോട് നേരിട്ട് ഇടപെട്ട് പറഞ്ഞു, ഇന്ത്യയിൽ ഒരു ഉണർവ് വരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ഒരു ഉണർവ് വരുന്നു. ഒന്നുകൂടെ പറയുന്നു, ദൈവം നേരിട്ട് എന്ന് കുറേ ആളുകളോട് ഇന്ത്യയിൽ സംസാരിച്ചു. കേട്ട മിക്ക പേരും മലയാളികളാണ്. അങ്ങനെ ഉണർവ് വരുന്ന ഒരു ദൈവം പറഞ്ഞ് കേട്ടവൻ. ഇത് പിന്നെ പ്രവാചകന്മാർ പറഞ്ഞൊന്നുമല്ല, ദൈവം നേരിട്ട് എന്നവരോട് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് വളരെ ഗൗരവമായിട്ട് ദൈവം നേരിട്ട് പറഞ്ഞ ഗൗരവമായി. അന്ന് മുതൽ ആരോട് ദൈവം സംസാരിച്ചപ്പോൾ മുതൽ ഈ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അന്ന് തുടങ്ങി. അങ്ങനെ വലിയ സംഘം ഇന്ത്യയിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടം ഉണ്ടായി. ആ കാലഘട്ടത്തിൽ എന്നോട് ഈ കാലത്ത് താമസിക്കുന്നതിനോട് എന്നോട് ഉണർവ് വരുന്നു എന്ന് പറഞ്ഞത് വളരെ വിശാലമായി വിപുലമായി പറഞ്ഞു. 3 വർഷം എടുത്ത് ഇരുത്തി എന്താണ് ഉണർവ്, അതിലെന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ 3 വർഷം എല്ലാ ദിവസവും ഇരുന്ന് എന്നെ പഠിപ്പിച്ചു. ആത്മാവ് ഞാൻ അതിന് മുമ്പേ എൻ്റെ സൂപ്രണ്ടാണ്. ഞാൻ 91 ഈ മലയാള ഡിസ്ട്രിക്ട് സൂപ്രണ്ടായിരുന്നു. ഇത് 96 തുടങ്ങിയ സംഭവം. അപ്പൊ അങ്ങോട്ട് അപ്പൊ അത് 3 വർഷം 99 അങ്ങോട്ട് ഞങ്ങളും കുടുംബമായിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഉണർവ് വരുമെന്ന് ദൈവം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ വിശദാംശമാണ് എന്നോട് പറഞ്ഞത്. ഉണർവ് വരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഓരോരോ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉണർവിനെ കുറിച്ച് ഞാൻ ഈ കേരളമൊക്കെ പ്രസംഗിക്കാൻ എല്ലാ സഭയിലും ഒന്നും വന്നില്ല. പല ദേശത്തും മീറ്റിംഗ് ഓർഗനൈസ് സംഘടിപ്പിച്ച് ഞാൻ പ്രസംഗിച്ചു. ഉണർവ് വരുന്നു, ഇന്നതാണ് ഉണർവ്. ഭാഷമാർ കുറെ പേര് കൂടി സംബന്ധിച്ചു. എല്ലാവരും കുറച്ച് പേര് അതിനാൽ ഒന്ന് സ്പർശിക്കും. എന്നാൽ നമ്മളിലെ പഴയ അസംബ്ലീസ് കൂടെ പഴയ ഈ കേരളത്തിലെ ആദ്യത്തെ പെന്തിക്കോസാണ് അസംബ്ലീസ്. നമ്മൾ ചില പഴയ ആ പഴയ പെന്തിക്കോസ് ആയതുകൊണ്ട് എല്ലാവരും പഴയ പെന്തിക്കോസ് അല്ലതല്ല. അതിന്റെ പ്രശ്നങ്ങൾ. പക്ഷേ ആ ഉണർവ് എന്താണെന്ന് ഞാൻ പറയാം. ചുരുക്കം 2 വാചകത്തിൽ എന്താണ് ആ ഉണർവ്? 1, മനുഷ്യ വിശ്വാസം യേശുവിനെ പോലെ. ഒന്നാം ന്യായം പറയാം.
ദൈവത്തിന്റെ ന്യായം, എന്റെ ന്യായമല്ല, ദൈവത്തിന്റെ ന്യായം. മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ഒറിജിനലി മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. പാപം ചെയ്തപ്പോൾ പോയപ്പോൾ ദൈവം പറഞ്ഞു ഇറങ്ങി പുറത്തു, ഇനി നിന്നെ തോട്ടത്തിൽ താമസിപ്പിക്കല, ഇവിടെ കണ്ടുപോകരുത്, മേലാൻ പുറത്തിറക്കി വിട്ടിട്ട് ഒരു ദൂതനെ കാവൽ നിർത്തി, അകത്ത് കയറിയാൽ വെട്ടിക്കൊല്ല. ദൈവത്തിന്റെ സ്വരൂപം പോയപ്പോ ദൈവം പറഞ്ഞ ഇറങ്ങി പുറത്തു, എന്റെ കൂടെ താമസിക്കണം, എന്റെ സ്വരൂപമാണ്, എന്റെ സ്വഭാവമാണ്, ഇല്ലാതെ എന്റെ കൂടെ താമസിക്കാൻ പറ്റില്ല. ഇന്നത്തെ സഭാമണ്ഡലം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ സത്യം തുറന്നു പറയാതെ സത്യം അറിയാൻ എന്തോ ഒരു തരം വിശ്വാസത്തിൽ ജീവിക്കുക. പെന്തിക്കോസ്തി വന്നാൽ എല്ലാം ശരിയായി സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പിലല്ലേ പെന്തിക്കോസ്തിൽ എല്ലാവരും അല്ലേ? പെന്തിക്കോസ്തി വന്നല്ല ശരിയായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി പെന്തിക്കോസ്തിലെല്ലാം സ്വർഗത്തിൽ പോകുന്നു? യേശു അങ്ങനെ പറഞ്ഞില്ല. യേശു പറഞ്ഞ ഇന്നത്തെ കുറച്ച് പേരെ പോകും. യേശു പറഞ്ഞ വാക്ക് ഞാൻ പറയാം. അന്ന് പ്രവാചകന്മാരെ പോലും പലരെയും കേട്ടുകയില്ല, അത്ഭുതങ്ങൾ ചെയ്തവരെയും കേട്ടുകയില്ല. അതിന്റെ അർത്ഥം ഉപദേശിമാരും പലരും അവിടെ പോവില്ല, പ്രവാചകന്മാരും പലരും പോവുകയില്ല. എന്റെ വചനം കേട്ട് ഇത് പ്രമാണിക്കുന്നവനല്ലാതെ വേറെ ഒരെണ്ണം സ്വർഗരാജ്യത്തിൽ കയറില്ല. അതിനാണ് പുതുജനനം എന്ന ഉദ്ദേശം. പുതുജനനം എന്താണ് പുതുജനനം? ആള് പുതുതായി. എന്ത് പുതുതായി? എഫേസ്യർ 4:22 ബാക്കി എന്താ പറയാ? എഫേസ്യർ 4:22-24 മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. ഉള്ളിലെ ആത്മാവ് പുതുക്കം പ്രാപിച്ചു. ശരീരം പഴയതായി, അകത്ത് വേറൊരാളായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. പണ്ടത്തെ പോയല്ലോ, രൂപം പോയില്ലേ, അത് തിരിച്ചു വന്നു. അല്ല, പെന്തിക്കോസിൽ അംഗത്വം എടുത്തതുകൊണ്ട് ഒന്നുമുള്ള സംഭവമല്ല ഇത്. ഇത് പുതിയ സൃഷ്ടിയുടെ കാര്യമാണ്. ഈ പുതിയ സൃഷ്ടിയായിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് ഉണർവ്. നമ്മളിന്ന് ഇവിടെ കണ്ട തുള്ളലൊന്നുമല്ല, അതൊന്നും ഉണർവൊന്നുമല്ല. അത് ഇതിന്റെ ഒരു ഫലമായിട്ടുണ്ടാവാം, അല്ലാതെ ഉണ്ടാവാം. അങ്ങനെ രൂപാന്തരപ്പെട്ട മനുഷ്യൻ എനിക്ക് യേശുവിനെ പോലെ ആവണമെന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ സമൂഹത്തെ ദൈവം ഒരുക്കും. അതാണ് ദൈവം പറയുന്നത്. ആമേൻ. ഇന്നത്തെ ആത്മലോകം ഞാൻ അധികം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ പള്ളി വരുന്നവരും പള്ളിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഏറെക്കുറെ അറിയാവുന്നവരാണ്. ഞാൻ ഇതൊന്നും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ എനിക്ക് ഇതൊക്കെ അറിയാൻ സൗകര്യമുണ്ട്. കാരണം നിങ്ങൾ ഒരു പള്ളി കാണുന്നു, ഞാനിങ്ങനെ ഈ അസംബ്ലീസ് കോളിന്റെ എല്ലാ പള്ളിയും ഏറെക്കുറെ ഞാൻ കാണുന്നത് അത് മൂത്ത പ്രശ്നങ്ങളല്ലേ എനിക്ക് വരും, ചെറുതൊന്നും എനിക്ക് വരും. അപ്പൊ ഇതെല്ലാം കണ്ട് ജീവിക്കുന്നവനല്ലേ ഞാൻ. അപ്പൊ എന്താണ് ഈ പ്രസ്ഥാനത്ത് നടക്കുന്നതെന്ന് എനിക്ക് അറിയാം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം,
മനുഷ്യ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തോട് ചേർന്ന് ആത്മാവ് ചെന്ന് മനുഷ്യരെ ഉണർത്തും. മനുഷ്യൻ പാപം വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയും. വലിയ കൂട്ടമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയും. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും, അത് എല്ലാ ദേശത്തും എല്ലാ ഭാഷക്കാരുടെയും പോകും, എല്ലാ ജനവിഭാഗത്തിനിടയ്ക്ക് പോകും. അത് നിങ്ങളുടെ മേലും വരും, നിങ്ങളുടെ മക്കളുടെ മേലും വരും, ആമ്പിള്ളാരുടെ മേലും വരും, പെമ്പിള്ളാരുടെ മേലും വരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവർ പ്രവാചകരാവും. നിങ്ങളെ എല്ലാരെയും ആ ഉയർത്തി പൊക്കി മെഡിക്കൽ ഡോക്ടേഴ്സ് ആക്കാം. അതൊക്കെ ഇന്നത്തെ പെന്തക്കോസ്ത് അല്ലേ? എല്ലാവർക്കും പോയി ഡോക്ടേഴ്സ് ആവണം, അതൊക്കെ അതൊന്നും കുഴപ്പമില്ലെന്നേ. ആ ഡോക്ടേഴ്സ് പ്രവചിക്കുന്ന ഡോക്ടറായിരിക്കും. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് ആകട്ടെ, എഞ്ചിനീയേഴ്സ് ആകട്ടെ, IAS ഓഫീസർമാരാകട്ടെ, ദൈവത്തിന് മുട്ടുകുത്തി വണങ്ങുന്ന ഒരു ജനമുണ്ടാകട്ടെ. അത് ചെയ്യുമെന്നാണ് ആത്മാവ് പറഞ്ഞത്. അതെ, ചില വയസ്സന്മാർക്കും വലിയ മാർഗം കിട്ടും. ഞങ്ങളുടെ കാലമെല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് പണ്ടത്തെ കാര്യം ഞങ്ങൾ ഇവിടെ നിൽക്കും എന്ന് പറയാനല്ല, വയസ്സ് എന്നവരുടെ മേൽ ആത്മാവിറങ്ങി വന്ന് അവർ സ്വപ്നം കാണും. രാത്രി കിടന്ന് കാണുന്ന സ്വപ്നത്തിന്റെ കാര്യമല്ല, ദാനിയേൽ കണ്ട സ്വപ്നമല്ലേ? രാജ്യങ്ങളെ കുറിച്ചുള്ള സ്വപ്നം, അത്ര സ്വപ്നം. ആത്മമണ്ഡലം വെളിപ്പെടുത്തുന്ന മുതിർന്നവരുണ്ടാവും, അപ്പന്മാരുണ്ടാവും, അമ്മമാരുണ്ടാവും. അവർ ദൈവത്തിന്റെ സഭയിൽ വരുന്നത് ആത്മശക്തിയുടെ പ്രകടനം കൊണ്ടാണ്. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഇന്നത്തെ സംവിധാനം പോലെ സോഷ്യൽ മീഡിയയിൽ നോക്കി, ഫോണും നോക്കി, ഇന്റർനെറ്റ് നോക്കി, അതും നോക്കി, ഇതും നോക്കി, ആ ലോകം കണ്ട് ഈ ലോകം കണ്ട് ആ പാപത്തിലും പോയി ഈ പാപത്തിലും പോയി ജീവിക്കുന്ന ഒരു തലമുറയല്ല. ആത്മാവിന്റെ ലോകം അറിയുന്ന യൗവനക്കാരെ അത് കാശുള്ളവനെ എഴുന്നേപ്പിക്കും, കാശില്ലാത്തവനെ എഴുന്നേപ്പിക്കും. ഞാൻ കൂലിപ്പണിക്കാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും, ഞാൻ ചെരുപ്പൂത്തികളുടെ മേലും എന്റെ ആത്മാവിനെ പകരും, ഞാൻ കിളക്കാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും, ഞാൻ ബാർബറുടെ മേലും എന്റെ ആത്മാവിനെ പകരും, വീട്ടുവേലയ്ക്ക് പോകുന്ന സ്ത്രീയുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അവര് എഴുന്നേറ്റ് വരും. ഇതാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ വലിയ കൂട്ടം കേൾക്കാൻ പോകും. പക്ഷെ ഇതുവല്ല പറഞ്ഞാൽ കേരളത്തെ പെന്തക്കോസ്തുകാരല്ലേ സമ്മതിക്കും. നമ്മൾ എത്ര ആത്മീയം കണ്ടിരിക്കുന്നു അല്ലേ? നമ്മളിതെല്ലാം കണ്ട് ആശാന്മാരല്ലേ നമ്മൾ. ഇതുവെല്ലാം പറഞ്ഞാൽ നമുക്ക് കുലുക്കമുണ്ടാവും ഇല്ലല്ലോ. നമ്മുടെ പള്ളിയിൽ എത്ര പേര് കയറി എന്ന് പറഞ്ഞ നമ്മുടെ പള്ളിയിലെ എത്ര പേര് പുതുതായിട്ട് കാലങ്ങളായിട്ട് പെന്തക്കോസ്ത് സഭകളിൽ പുതുതായിട്ട് ആള് വരുന്നില്ല. അപൂർവമായിട്ട് എവിടുന്നെങ്കിലും ഒന്നോ രണ്ടോ കയറിയാലായി. ഞാൻ പറഞ്ഞോളല്ലേ, ഏത് സഭയിലാണെന്ന് പുതുതായിട്ട് ആളുകൾ രക്ഷിക്കപ്പെട്ട് കയറി വരുന്ന എവിടെയാണ്? പകരം ആൾ പിരിഞ്ഞു പോകുന്നത് ഞാൻ പറഞ്ഞു. ട്രാൻസ്ഫറിന് ഞങ്ങൾ കാര്യമല്ല ചെയ്യുമ്പോഴേ ഒരാൾ പുതുതായിട്ട് അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് പറഞ്ഞത് സാറേ ഇപ്പൊ അവിടെ ആളില്ല. ആളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് വിട്ടോളൂ. വലിയ സഭയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടതാ. ഇപ്പൊ ചെന്നപ്പോ പറയാണ് അത് നേരത്തെ ഇരുന്ന ആളുകളുടെ കാലത്തെല്ലാം പോയത്. വ്യാപകമായി സംഭവിക്കുന്ന കാര്യം.
അല്ലേ? അതേ പ്രശ്നം ആളുകളൊക്കെ ആള് പോകുന്നു, ആള് കേറുന്നില്ല. പെന്തിക്കോസ്തുകാർക്ക് മനസ്സിലാവും. എന്നാ ഇങ്ങനെ വല്ല സംഭവിക്കുന്നുണ്ടോ? വല്ല ഉണർവ് നടക്കുന്നുണ്ടോ? ഉണ്ടോ? വരട്ടെ. എന്നെ ഒരു യോഗത്തിന് എന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു യോഗത്തിന് ആ സംബന്ധിച്ചോളൊന്നുമില്ല. കേരളത്തിലല്ല, അങ്ങ് ഡൽഹിയിൽ. അത് ഒരു മലയാളി നടത്തുന്ന സഭയാണ്. പക്ഷെ ഒരു മലയാളി ആ പള്ളിക്കകത്ത് കാണാൻ പോലും ഒരു മലയാളി അങ്ങനത്തെ പള്ളിയാണ്. അപ്പൊ വേറൊരാൾ റെക്കമെൻഡ് ചെയ്താണ് എന്നെ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല. അപ്പൊ ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഉണർന്നിന്റെ ഒരാളാന്ന് പറഞ്ഞു കേട്ടു. ഞാൻ അവിടെ ചെന്നപ്പോഴേ ഒരു പള്ളിയൊന്നുമില്ല, മേക്കുല ഓപ്പൺ ഒരു 10,000 ആളുകൾ സഭായോഗത്തിൽ. പിന്നെ അദ്ദേഹം ഒരു ചെറിയ ലീഡേഴ്സിന്റെ മീറ്റിംഗ്, നമുക്കൊന്ന് പോയി 2 ദിവസം ലീഡേഴ്സിനോട് സംസാരിക്കാൻ എന്നും പറഞ്ഞ എന്നെ കൊണ്ട്, എന്നോട് പറഞ്ഞ സ്വല്പം പേരെ കാണോ എന്നും പറഞ്ഞ എന്നെ കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ റോഡിന് കുറുക്കെ ഇങ്ങനെ ഷാമിയാനാക്കി, വടക്കേ അറിയാവുന്നവർക്കറിയാം, റോഡിന് കുറുക്കെ ഷാമിയാനായിട്ട് ആളിരിക്കുക. ഒരു 350 പേര് ചെറിയ ആളുകളാണ് ഞാൻ അവിടെ ചെന്നത്. ആരായിരിക്കുന്നത്? കുറെ വലിയ കൂനിപ്പടച്ചിരിക്കുന്ന ചില വലിയ പിള്ളേര്, കുറെ സ്ത്രീകൾ, ഇങ്ങനെല്ലാം കൂടി ഞാൻ പ്രസംഗിച്ച ഇവരുടെ തലേ അത് ഈ കൂനിപ്പടച്ചിരിക്കുന്ന മനുഷ്യർ എന്നെ മുഖത്ത് നോക്കുന്നില്ല. പക്ഷേ പറഞ്ഞു വെച്ച് തിരിച്ചു ചോദിച്ചപ്പോ ഈ കൂലിപ്പടച്ചിരിക്കുന്ന എല്ലാം ഉത്തരം പറയും. ഒരു 13 വയസ്സ് എഴുന്നേറ്റുള്ള ഒരു പെൺകുട്ടി എഴുന്നേറ്റ് സാക്ഷി പറയുകയാണ്, ഞാൻ ഈ ആഴ്ചയിൽ ഒരു വീട്ടിൽ പോയി, അവിടെ രോഗി സുഖമില്ലാണ്, യേശുവിൻ നാമത്തിൽ സുഖമാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. രോഗി സുഖമായി. വീട്ടിൽ വേറൊരു വീട്ടിൽ പോയി, അവിടെ ഭൂതം ബാധിച്ചു, യേശുവിൻ നാമത്തിൽ വിട്ടുവോ എന്ന് ഞാൻ പറഞ്ഞു. ഭൂതം വിട്ടുപോയി. ആ കൂട്ടം നടത്തുന്നത് ഇവരുടെ യോഗത്തിന് വന്ന ഒരു കാർപ്പന്ററിന്റെ ഭാര്യ, അവരെ നടത്തുന്നത്. ഈ പാസ്റ്റർ അവിടെ 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ കൊണ്ട് ചെല്ലുന്നത്. ഞങ്ങളെ കൊണ്ട് 3ാമത്തെ പ്രാവശ്യമല്ല, അദ്ദേഹം ആകെ അവിടെ ചെല്ലുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. നടത്തുന്നത് ഈ കാർപ്പന്ററുടെ ഭാര്യ. ഇദ്ദേഹത്തിന്റെ യോഗത്തിന് ഒരു ദിവസം സുഖമാകാൻ വേണ്ടി വന്നതാണ് ഈ പാസ്റ്ററുടെ യോഗത്തിൽ. ദിവസം 500 പേർക്ക് സുഖമുണ്ടാവും, എല്ലാ ഞായറാഴ്ച. അങ്ങനെ സുഖാമെന്ന് വെച്ച് അവർ തുടങ്ങിയ കൂട്ടമാണ് ലീഡേഴ്സ് 350 പേര്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഭയിൽ ഒരുപാട് ആളുകൾ വരുന്നത് സുഖം വേണ്ടിയാണ്. സുഖം വന്ന കൂട്ടത്തിൽ ഭിക്ഷക്കാരി അവർ സുഖം അന്ന് സുഖമായി. പക്ഷെ അവരിങ്ങനെ അപ്പൊ വന്നിട്ട് അധികം ദിവസമായി, ചില ആഴ്ചയായി. അപ്പൊ ഇങ്ങനെ റോഡറിയിൽ നിന്ന് ഭിക്ഷ അയച്ചു. അപ്പൊ ഒരു ശവത്തെ അടക്കാൻ, ഒരു കൊച്ചിനെ മരിച്ചു അടക്കാൻ. അപ്പൊ പെട്ടെന്ന് ഇവരുടെ മനസ്സിൽ ചിന്ത, യേശു മരിച്ചു, ഈ കൊച്ചു ഉയർക്കും. ആര്? ഭിക്ഷക്കാരി. 3-4 ആഴ്ചത്തെ പരിചയമുള്ളൂ സുവിശേഷം. അവരടുത്ത് വന്നപ്പോ ഈ ഭിക്ഷക്കാരി എന്ന് പറഞ്ഞ കൊച്ചിനെ, ഈ കൊച്ചിനെ യേശു ജീവിപ്പിക്കും, കൊച്ചിനെ അവർ കൊച്ചിനെ അതും ഒരു ഭിക്ഷക്കാരി. അവർ പറഞ്ഞു തരില്ല. അവര് പറഞ്ഞ അല്ലാന്നേ, യേശു ജീവിപ്പിക്കുന്നു, കൊച്ചിനെ അവർ നിർബന്ധിച്ചു കൊച്ചിനെ കയ്യിലോട്ട്. അവർ
ആര്? കൊച്ചി ജീവിച്ചു. കൊച്ചി ജീവിച്ചു. എന്നോട് പറയുന്ന പാസ്റ്റർ കഥ പറയുന്ന ആളല്ല. ഒരു പരസ്യവും അദ്ദേഹത്തിന്റെ സഭയെ കുറിച്ച് ഇല്ല. ഒരിടത്തും അദ്ദേഹത്തിന്റെ പേര് സഭയിൽ നമുക്ക് അറിയില്ല. അപൂർവ ചില ലീഡേഴ്സ് മാത്രമേ അദ്ദേഹത്തിന്റെ പേരറിയാം. ഇന്നൊരു പാസ്റ്റർ സംഘം അവിടെ അങ്ങനെ ആദ്യമൊന്നുമില്ല. ഞങ്ങളൊന്നും ഫോർമാലിറ്റി ഒന്നും ഇല്ലാതില്ല. ആർക്കും അറിയില്ല. അധികം പേർക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല. അങ്ങനെ പരസ്യം ചെയ്യുന്ന ആളല്ല. ഇന്ത്യയിൽ അത്ഭുത പ്രവർത്തനം മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ഇതൊരെണ്ണമല്ല, കൂട്ടമായി മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അത് 5000 ആണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഏതാണ്ട് 2007 മറ്റുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യമല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ സംഖ്യയെല്ലാം കൂടി. ഇവരിപ്പോ നമ്മുടെ ഇവിടെ ഇവരെല്ലാം കൂടി ഇപ്പൊ ഒന്ന് ആന്ധ്രയിൽ പോയിട്ട് വന്നതാണ്. അവര് പറഞ്ഞ അവിടെ ഒരു പാവപ്പെട്ടവൻ അങ്ങോട്ട് സഭ തുടങ്ങിയാണ്. 40,000 പേരാണ്. വേറെ സഭയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്തോ? കേട്ടിട്ടുണ്ടാവാൻ ചിലര്. സതീഷ് കുമാർ എന്നും പറഞ്ഞ് ഒരാൾ ആന്ധ്രാപ്രദേശിൽ ഹൈദരാബാദിൽ ഒരു സഭ നടത്തുന്നത് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷം സഭയിൽ ചുമ്മാ പറഞ്ഞല്ല. അവരുടെ പള്ളി കയറുന്നത് ഈ ഉദ്യോഗസ്ഥന്മാര് കാർഡ് പഞ്ച് ചെയ്തിട്ട് കയറുന്ന പോലെ പഞ്ച് ചെയ്തിട്ട് വേണം പള്ളി കയറാൻ. എല്ലാവർക്കും കാർഡ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. പഞ്ച് ചെയ്തിട്ട് എത്ര പേര് വന്നു കൃത്യം സിസ്റ്റം പറയും. ഒരാൾ വന്നില്ലേ, ആരൊക്കെ വന്നില്ലയോ, പിറ്റേ ദിവസം രാവിലെ അവരുടെ പാസ്റ്റർ അവരെ കോണ്ടാക്ട് വരാത്ത മുഴുവൻ പേര്. അങ്ങനത്തെ പള്ളി 1 ലക്ഷം പേര്. നമ്മൾ തുടങ്ങിയിട്ട് കാലം ഒത്തിരി ആയില്ലേ അല്ലേ? നമുക്ക് 500 പേരുള്ള പള്ളി ഈ കേരളത്തിൽ 100 ചില്ലാനം വർഷമായല്ലോ. 500 പേരുള്ള ഒരു പള്ളി കേരളത്തിലുണ്ടോ? നമ്മുടെ പള്ളി ഏറെക്കുറയല്ല 20, 25, 50, 100 മുട്ടൻ സഭയാണ്. അങ്ങനെ അറ്റം പോയാൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത് 300. ഇത്രയും കാലം ഇതിനപ്പുറത്തൊരെണ്ണം നമ്മുടെ കേരളത്തിൽ നമുക്കുണ്ടായില്ല. ആർക്ക്? അസംബ്ലി സപ്പോർട്ടുകാർക്ക് ഉണ്ടായില്ല. എന്നാലേ ഈ കേരളത്തിൽ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ഞാൻ പറയാം. ഇവിടുത്തെ പട്ടണങ്ങളിൽ പോണം. പട്ടണങ്ങളിൽ 1000, 2000, 3000 ആളുള്ള പെന്തിക്കോസ്ത് പറയത്തില്ല. എന്നാലും അങ്ങനെയുള്ള സഭയുള്ളത് അറിയാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ തുടങ്ങിയിട്ട് 2000-ന് ശേഷം തുടങ്ങിയ എല്ലാ സഭ ഈ കൂട്ടം മുഴുവൻ 2000-ന് ശേഷം തുടങ്ങിയത്. അവിടെ ആള് പോകും, ആള് കയറും. ഈവൻ പെന്തിക്കോസ് സഭകളിൽ നിന്ന് ആളുകൾ, പാസ്റ്റേഴ്സ് ചിലര് പെന്തിക്കോസിലെ ഈ അംഗത്വം വിട്ടും വെച്ച് പുറത്തു പോയി സഭ തുടങ്ങി. അവർക്ക് ആളുണ്ട്. അവർക്ക് 1000 എന്ന് പറയാം, 2000 എന്ന് പറയാം, 3000 എന്ന് പറയാം. നമ്മൾ പഴയ പുള്ളികൾ, നമ്മൾ ഇവിടെ 20 കൊണ്ടിരിക്കുകയാണ്. ഉള്ളത് തമ്മിൽ അടിച്ചു പോകുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നടക്കുന്ന ഉണർവ് കാണാൻ നമ്മുടെ കണ്ണ് തുറന്നില്ല. നമ്മുടെ കണ്ണ് തുറന്നില്ല. നാട്ടിൽ ഉണർവ് വരുന്നു എന്ന് പറഞ്ഞപ്പോ സ്വീകരിക്കാൻ ഇവിടുത്തെ പെന്തിക്കോസുകാരൻ തയ്യാറായില്ല. പക്ഷെ തയ്യാറുള്ള ചിലരെ ദൈവം എടുത്തു, ആത്മാക്കളെ കൊടുത്തു. ഈ കേരളത്തിൽ വലിയ ദൈവപ്രവർത്തനം. ഇതാണ് ഞങ്ങളോട് പറഞ്ഞത്. ഉണർവ് വരുന്നു.
അത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. എന്തായാലും യേശു വരാൻ നേരായി. ഇനിയും വലിയ താമസം ഉണ്ടാവില്ല എന്നാണ് ഏറെക്കുറെ ദൈവശാസ്ത്രം അറിയാവുന്ന ആളുകളുടെ എല്ലാം വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അതങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് ജഡത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കുറെ പേരെ ഒരുക്കണ്ടേ? നമ്മളെ കുറച്ച് പേരെ ഒരുക്കണ്ടേ? ഇനി കൂടുതൽ ആളുകളെ ഒരുക്കണ്ടേ? അതിനുവേണ്ടി വലിയ ആത്മപ്രവർത്തനം ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞ കാര്യം ഒന്നുകൂടെ വിളിച്ചു പറയാൻ ഞങ്ങളൊന്ന് പറഞ്ഞ വേറെ കാര്യമില്ല. ഒന്നുകൂടെ വിളിച്ചു പറയാം. ഉണർവ് വരുന്നു, ഉണർവ് വന്നോണ്ടേ നിങ്ങൾക്ക് കൂടെ വേണ്ടിയവർക്ക് കിട്ടും, വേണ്ടാത്തവർക്ക് കിട്ടില്ല. അതറിയോ? ആമേൻ. പിന്നെ ഈ പ്രാർത്ഥന അതുകൂടെ പറയാം. എന്താണ് ഈ പ്രാർത്ഥന? എന്ത് പ്രാർത്ഥിക്കണം? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാത്ത നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വീടിന്റെ കാര്യത്തിന് വേണ്ടി, അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയുള്ള 5, 10, 15 മിനിറ്റിലെ പ്രാർത്ഥനയുള്ളേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. പള്ളിയിൽ ഉപവാസ പ്രാർത്ഥനയില്ലേ? ഉണ്ടല്ലോ. ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിലും പ്രാർത്ഥനാ വിഷയം വാസ്തവത്തിൽ എന്താണ്? ഇന്ത്യ മൊത്തം രക്ഷിക്കണേ കർത്താവേ, മനുഷ്യരെയും തരണേ കർത്താവേ, എന്റെ സഭയിലെ ആൾ നിറയണേ കർത്താവേ. പ്രാർത്ഥന ഒന്നും അല്ലല്ലോ. ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പറയുന്ന പേര്, പൊതുവെ ഇന്ന് അറിയപ്പെടുന്ന പേര് യുദ്ധപ്രാർത്ഥനയാണ്. കേട്ടിട്ടുണ്ടോ? യുദ്ധപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ തരണേ, ദൈവമേ സുഖാക്കണേ, ദൈവമേ സഹായിക്കണേ, ദൈവമേ കാശ് തരണേ, ദൈവമേ എന്റെ പിള്ളേരെ അനുഗ്രഹിച്ച് അങ്ങ് ബുദ്ധി അങ്ങ് വികസിപ്പിച്ചു കൊടുക്കണേ എന്നും പറയുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്താണ് ഈ പ്രാർത്ഥന? പ്രാർത്ഥനയുടെ കാര്യം ഒത്തിരി വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ നേരം നമ്മളല്ല. കഴിഞ്ഞ 40 ദിവസം യോമൻ ഭാഷ പറഞ്ഞ പോലെ വചനത്തിന് വ്യാഖ്യാനം അറിയാം. ഓരോ കാര്യങ്ങളെടുത്ത് വചനം വ്യാഖ്യാനിച്ച് തെളിയിച്ചായിരുന്നു ആ 40 ദിവസം. നല്ല തെളിവ് കൊടുത്തു. എല്ലാം പറയാം. ഇന്ന് 11 നേരം ശരിക്കും എന്തിനാണ് ദൈവത്തിന്റെ നമ്മളെ നമ്മളെ ദൈവത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം പറയാം, മനപ്പാഠം പറയാമെങ്കിൽ പറയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാം? കേട്ടല്ലേ? എന്തിനും ദൈവം സഭയെ നമ്മളെ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു ഇരിക്കും. ദൈവം ഒരു കൃഷിക്കാരനാണെന്ന് കൃഷിയുടെ സമ്പ്രദായമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അറിയില്ലേ? ആദ്യത്തെ വാക്യം അറിയാമോ? യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, ഞാൻ സാക്ഷാൽ തിരുവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനാണ്. അപ്പൊ പിതാവ് വലിയ തോട്ടക്കാരനാണ്, വലിയ കൃഷിക്കാരനാണ്. അപ്പൊ യേശു ആ കൃഷിയിൽ ഒരു പ്രധാനപ്പെട്ട ചെടിയാണ്, നിങ്ങളെല്ലാവരും അതിന്റെ കൊമ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരി അർത്ഥം ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് പോണം എന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ. ഇപ്പൊ മുന്തിരി വള്ളി, നമ്മുടെ നാട്ടിൽ മുന്തിരി ഇല്ല, പോട്ടെ, മുന്തിരി വേണ്ട, ചെടി ഇപ്പൊ മരം, നമുക്കറിയാവുന്ന മരം, മാവ്, നമ്മുടെ നാട്ടിലുള്ള മാവ്. ഇപ്പൊ ഏത് ചെടിയാണെങ്കിലും പള്ളിക്കുട്ടി ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചൊരു പാഠമുണ്ടല്ലോ, ഈ തായ്ത്തിന്റെ വേര് ഭൂമിയിലേക്ക് ഇറങ്ങി അവിടുന്ന് വെള്ളവും ആഹാരവും വലിച്ചെടുത്ത് ചെടിക്ക് കൊടുക്കുന്നു, അങ്ങനെ ചെയ്തെല്ലാം ഭക്ഷണം പാചകം ചെയ്ത്. അപ്പോഴേ
യേശു പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ടവൻ ഉണങ്ങി. ആ വക ചേർത്ത് ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം ആരോട്, ആ വക ചേർത്ത് തീയിലിടും. ഓക്കെ. അപ്പോഴേ ഒരു ചെടിക്ക് നിലനിൽക്കണം, തായ്തണ്ടിൽ നിന്നുള്ള ജീവൻ കിട്ടിയെങ്കിലേ ആ ചെടിയുടെ ശിഖരങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, അല്ല ജീവിക്കാൻ പറ്റില്ല. ആ ജീവന്റെ ലഭ്യത ഇല്ലാതായാൽ വാടും. അധികം ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഉണങ്ങിയാൽ ഒരു കൃഷിക്കാരൻ ഉണങ്ങിയ കൊമ്പെല്ലാം കൂടെ വെച്ച് മരത്തെ നിർത്തിയ ഇല്ലല്ല, അത് മുറിച്ചു. ദൈവം മൊട്ട കൃഷിക്കാരൻ, നമ്മളെപ്പോലെ കൃഷിക്കാരനാണോ? സകല കൃഷിയുടെ ആളല്ലേ ദൈവം. നമ്മുടെ കൃഷി പാളിപ്പോവാ, മഴ വന്നില്ല, നമ്മളെ വെള്ളം ഒഴിക്കാൻ മാർഗമില്ല. എന്തെങ്കിലും ക്ഷുദ്രജീവികൾ വന്ന് നമ്മളെ മരുന്നടിക്കും എന്നല്ലേ ഉള്ളൂ. എന്നാലും ചിലപ്പോ എല്ലാം കൂടെ തിന്നിട്ട് പോയിട്ടില്ലേ, ഷോക്കേട് വന്നിട്ട് മാത്രം തെങ്ങ് ഇല്ലേ? എന്തോ ഇതുകൊണ്ട് കൃഷിക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ദൈവം എന്ന കൃഷിക്കാരൻ മഴയ്ക്ക് സമയത്ത് മഴ, വെയിലിന് സമയത്ത് വെയിൽ. ദുഷ്ടശത്രുക്കളോട് പറയാൻ തൊട്ടു. ആ കൃഷിക്കാരന്റെ തോട്ടമാണത്. ആരാണ് തോട്ടം? നമ്മൾ സഭ. അപ്പൊ ഈ തോട്ടമായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കും. എങ്ങനെ? ഈ തണ്ടുകൾ മെയിൻ അല്ലെങ്കിൽ പ്രധാന ശിഖരത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കണം. ആ തണ്ടുകൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ പോയി മെയിൻ തണ്ടെ തൊട്ടും വെച്ച് ജീവൻ പ്രാപിച്ച് ജീവിക്കാൻ പറ്റും. ചെടി പരിചയമില്ലേ? ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നില്ലേ? അപ്പൊ അതെങ്ങനെ വേണം? എല്ലായ്പ്പോഴും ആ ബന്ധം വേണ്ടേ? രാവും പകലും ഈ ബന്ധം വേണ്ടേ? ആ ജീവൻ രാവും പകലും പോയെങ്കിലല്ലേ ചെടി വെക്കുള്ളൂ. അങ്ങനെ ഒരു ബന്ധം നമുക്ക് യേശുവിനോടുണ്ടോ? എല്ലാ സെക്കൻഡിലും ദൈവജീവൻ വ്യാപരിച്ചു, ദൈവകൃപ വ്യാപരിച്ചു, ദൈവശബ്ദം കേട്ടു. അങ്ങനെ ജീവനിൽ തുള്ളി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ ആത്മജീവിതത്തിന്? വല്ലപ്പോഴും ഒരു യോഗം നടക്കുമ്പോഴൊരു സ്വല്പം ഇളക്കാല്ലേ, അല്ലാതെ ഇതിനകത്ത് മുഴുവൻ തുള്ളി തുടിച്ചു കുതിച്ചു ചാടി ജീവിക്കണമെന്ന് തോന്നുന്ന ആത്മമണ്ഡലം എത്ര പേർക്കുണ്ട്? അതില്ലാത്തതിനെ പുറത്തു കളയും. കൊല്ലുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം അങ്ങനെ ആരെയും കൊല്ലുന്ന ജോലിയിലല്ല. പക്ഷെ ആത്മശക്തി ഇല്ലല്ലോ, വലിയ കൃപയുടെ വ്യാപാരം ഇല്ലല്ലോ. ഒരു പരുവത്തിന് പള്ളി വന്നിട്ട് പോകുന്നല്ലേ? ഈ പള്ളി വരുമ്പോ ആത്മശക്തി ഇറങ്ങി വരാറ്. വീട്ടിൽ ഇരിക്കുമ്പോ ആത്മശക്തി ഇറങ്ങി, വണ്ടി ഓടിച്ചു പോകുമ്പോ ആത്മാവിലൊന്ന് നിറഞ്ഞ് ഒന്ന് സ്തുതിക്കാൻ ആത്മമണ്ഡലമുണ്ടാവും. രാത്രി കിടന്ന് ഉറങ്ങുന്ന നേരം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു പറയുന്ന ആത്മമണ്ഡലമുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു കൂട്ടത്തെയാണ് ദൈവത്തിന് വേണ്ടി. അതാണ് അസൽ സഭ. അതാണ് അസൽ സഭ. അല്ല പള്ളി യോഗത്തിനും കൂട്ടത്തിനും വരുന്ന കുറെ പേരല്ല ദൈവത്തിന്റെ അസൽ സഭ. അങ്ങനെ ജീവിക്കുന്നതിന് ഫലം കൈ. ഫലം എത്ര വേണം? വാക്യം നോക്കാം. 16-ാം വാക്യം. ഫലം കൈ. എത്ര ഫലം വേണം? 2-ാം വാക്യം. എത്ര ഫലം വേണം? 2-ാം വാക്യം. എന്താണ് ഫലം കായ്ക്കുന്നത്? അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. അപ്പൊ കൃഷിക്കാരന് അധികം ഫലം, അധികം 5 പുസ്തകം എടുക്കുന്നേ.
വളരെ ഫലം കൈ എട്ടാം വാക്യം. അപ്പൊ വളരെ ഫലം വേണം, അധികം ഫലം വേണം, വളരെ ഫലം വേണം. ആർക്ക്? ദൈവം കൃഷിക്കാരൻ. അല്ല, നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രം ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം മാവല്ലേ ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ മാവെല്ലാം വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാൻ കിട്ടുമ്പോ ചിലപ്പോ പോകുമ്പോ ഒരു മാങ്ങ കായ്ച്ച മാവ് വാങ്ങിച്ചോണ്ടായിരിക്കും വരുന്നത്. ഞാനും അങ്ങനെ മാങ്ങ ഈ ബഡ് മാങ്ങ മാങ്ങായി കൊണ്ടാകും. 3-ാം വർഷം ഉറപ്പ് കായ്. ശരിയാണ്, 3-ാം വർഷം കായ്. എത്ര മാങ്ങ കായ്ക്കും? 3-ാം വർഷം എത്ര മാങ്ങ കായ്ക്കുന്നേ? ഒരു 50 മാങ്ങ കായ്ക്കും. ഇല്ലല്ല, പിന്നെ 2-3 കായ്. നിങ്ങൾക്ക് സന്തോഷം. 2-3 കായ്ച്ചപ്പോ സന്തോഷം. 4-ാം വർഷം 3, 5-ാം വർഷം 3, 10-ാം വർഷം 3. അപ്പൊ നിങ്ങൾ അത് വെട്ടിക്കളി. ഗുണമുള്ള വേറെ അല്ലേ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ദൈവമെന്ന ഭയങ്കര കൃഷിക്കാരൻ ഒരു ഫലമില്ലാത്ത കുറെ എണ്ണത്തെ കൊണ്ട് നടക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരാത്മപ്രവൃത്തിയില്ലാതെ, ഒരാളെ രക്ഷിക്കാൻ കഴിവില്ലാതെ, ഒരു ജനത്തെ പുറത്തുകൊണ്ടുവരാൻ കഴിവില്ലാത്ത സഭ. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ കാണുകയാണ് ഭയങ്കര സന്തോഷം. എന്നേ ദൈവശക്തി പോയില്ലേ? പേരും കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അസംബ്ലീസ് ഓഫ് ഗോഡ് പേര്. ശക്തിയുണ്ടോ ഇതിനകത്ത്? വ്യാപാരമുണ്ടോ ഇതിനകത്ത്? നീ തൊട്ടാൽ ദൈവശക്തിയുടെ വ്യാപാരം വേറൊരാൾക്ക് പോകുമോ? നീ തൊട്ടാൽ ഒരു രോഗശാന്തി ഉണ്ടാകുമോ? ഒരു ദൈവപ്രവർത്തി ഉണ്ടാകുമോ? ഇതൊന്നും ഇല്ലാതെ പേരുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്തുകാരോട് ദൈവത്തിന് പറയാനുള്ള ഒറിജിനലി നിന്നെ ഉണ്ടാക്കിയത് ബലം കഴിക്കാനാണ്. വേറെ മനുഷ്യരെ രക്ഷിച്ചു കൊണ്ടുവരാനാണ്. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പള്ളിയിൽ ഇത്രയും പേര് മതി. ഏറെക്കുറെ ചില പള്ളിയിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ ആള് വന്ന ഞങ്ങൾ കുറച്ച് പോരാളിമാരുണ്ട്. ഞങ്ങളുടെ സ്ഥാനം കൂടുതൽ ആള് കയറി. അപ്പൊ ആള് വരാതിരിക്കുകയാണ് നല്ലത്. ഞങ്ങൾക്ക് തന്നെ ഈ സ്ഥാനമല്ല എന്ന് പിടിച്ചോണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. പിണങ്ങിയാലും ശരി, അണങ്ങിയാലും ശരി. അപ്പൊ ഇവിടെ ആള് വരണ്ട. അതാണ് ഒത്തിരി പള്ളിക്കാരുടെയും സ്തോത്രം. അല്ല, അങ്ങനെ വലിയ ആള് വേണമെന്ന് ആഗ്രഹമുള്ള ഏത് സഭയുണ്ടായി ഈ കേരളത്തിൽ? എന്നോടൊന്ന് പറഞ്ഞ ഏത് സഭയ്ക്ക് ആഗ്രഹം ഉണ്ടായി? ഒരു വലിയ സഭ നിങ്ങൾ പള്ളി പണിയുന്നു ശരിയാണ്, കാശുണ്ട്, നിങ്ങൾ പണി പള്ളിയൊക്കെ ആവശ്യമാണ്, നല്ല പള്ളി ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ പോകും. നിങ്ങൾ ഇത്ര പള്ളി പണിഞ്ഞു പറഞ്ഞ സ്പെഷ്യൽ ക്രെഡിറ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തരുമോ? ഇല്ലല്ലോ. അതേസമയത്ത് 10 മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒരുക്കിയിരുന്നെങ്കിൽ വല്ല ഗുണമുണ്ടായാലും. നിങ്ങൾ പള്ളി പണിഞ്ഞ കഥയൊക്കെ പറയാനുണ്ട്. ആത്മാക്കളെ രക്ഷിക്കെടുത്ത് സ്നാനപ്പെടുത്തി ആത്മമണ്ഡലത്തിൽ കൊണ്ടുവന്ന കഥവല്ലോ സഭകൾക്ക് പറയാനുണ്ടോ? മാങ്ങയാണ് ഒന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞാലും 3 അല്ല ആണ്ടിലും ഇത് അതും എന്ത് പറ്റിയെന്നറിയോ? നമ്മുടെ കുഴപ്പമല്ലേ, നമ്മുടെ കണ്ണൊരു പുള്ളി കെട്ടിക്കളി, കണ്ണ് കെട്ടിക്കളി. ദൈവത്തിന്റെ സത്യം കാണാൻ മേലാതെ നമ്മുടെ കണ്ണ് കെട്ടി, നമ്മുടെ ഹൃദയം കെട്ടി.
നമ്മളോട് പറഞ്ഞ് പെന്തിക്കോസ് വന്ന് രക്ഷപ്പെട്ടു, ഹല്ലേലൂയ, ഇത് നമ്മുടെയാണ്, നമ്മുടെ പള്ളി, നമ്മുടെ പള്ളി ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ കണ്ണും കെട്ടി വെച്ചു. ആത്മാക്കൾ കയറി വരുന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് നമ്മൾ അറിയാൻ മേലാതെ വണ്ണം ആത്മാക്കൾ വരാഞ്ഞിട്ടും നമുക്കൊരു വിഷമവും ഇല്ല. സഭ ഇങ്ങനെയൊക്കെ പോയിട്ട് നമുക്കൊരു വിഷമവും ഇല്ല. നമ്മളിതിനകത്ത് അന്താസം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ? കണ്ണു കെട്ടിയതല്ലേ? ലക്ഷ്യം കാണാൻ മേലാതെ കണ്ണു കെട്ടി. മാത്രമല്ല നമ്മളെ പലരെയും മാലിന്യരാക്കി. എടുത്തു പറയും, പലരെയും മാലിന്യരാക്കി. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനാണോ സഭ? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ സഭ? അതാ ചാമ്പ കുടിച്ചിടാനാണോ സഭ? ലക്ഷ്യം തെറ്റില്ലേ? കണ്ണ് കുരുടാക്കിയില്ലേ? ആളുകളെ മലിനരാക്കിയില്ലേ? നമ്മളെ വഴക്കുണ്ടായി, ഭിന്നത, ഒരു കാരണവശാലും തമ്മിൽ കണ്ടുകൂടാത്ത ശത്രുത, തെറ്റാണെന്നൊരു ബോധം ഉണ്ടോ? ഞങ്ങൾ ഇങ്ങനെ നിൽക്കൂ എന്നല്ലേ നമ്മൾ പറയുന്നത്. യേശു എന്തിനാ ഭൂമി വന്നത്? യേശുവിന്റെ ശാസ്ത്രം എന്താണെന്നറിയോ? എഫേസ്യ ലേഖനം 1:10 ദൈവത്തിന്റെ ഭയങ്കര നിർണയം എന്താണെന്നറിയോ? സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കായെന്ന ദൈവത്തിന്റെ വ്യവസ്ഥ. നമ്മളിതിനകത്ത് ഹാരം നടക്കുക. ഞാൻ ആ പാർട്ടി, ഞാൻ ഈ പാർട്ടി അല്ലേ? വോട്ട് ചെയ്യാൻ മാത്രമല്ലല്ലോ, പിന്നെ ആയുസ് അതിന്റെ പുറകെ നടക്കുകയല്ലേ. മലിനരായില്ലേ? ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ഇത് പിശാച് നമ്മളെ പറ്റിച്ച പണിയാണെന്ന് അറിഞ്ഞ് അയാളെ പൊട്ടിച്ച് കണ്ണൊന്ന് തുറന്നു കൊടുക്കാൻ സഭ അതിനല്ലേ? അല്ലേ? ഒരു ദിവസം ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പുള്ളിയുടെ അനിയന്റെ വീട്ടിലെ പ്രശ്നം, പെങ്കച്ച് പള്ളിക്കുട്ടി പരീക്ഷ പക്ഷെ പരീക്ഷ എടുക്കുമ്പോ പെണ്ണിനെ പള്ളിക്കുട്ടി പോകാൻ പറ്റില്ല. അത് തലവേദനയോ കൊണ്ടുവന്നപ്പം ആത്മാവിനോട് ചില കാര്യം പ്രാർത്ഥിച്ചു, അതിന്റെ പ്രശ്നം മാറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ, കുറച്ച് മാസം കഴിഞ്ഞു, അപ്പൊ എനിക്ക് ചെറുക്കനും കൂടെ ഉണ്ടായി. ചെറുക്കൻ ഇപ്പൊ തീരെ പഠിക്കും. ഞാൻ പറഞ്ഞു വേണമെന്ന് അപ്പനും മോനും കൂടെ വന്നു. ഞാൻ ചോദിച്ചു, അമ്മ എന്ത്? ആ, അമ്മ വന്നില്ല. ഞാൻ ഇച്ചിരി കർശനക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാറില്ല. ഞാൻ പറഞ്ഞു, അമ്മ വന്നില്ലേ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അമ്മയെ കൂടെ കൊണ്ടുവന്നില്ലേ ഞാൻ പ്രാർത്ഥിക്കും. കാരണം പെണ്ണിന് പ്രശ്നം ഉണ്ടായി അഴിച്ചു കഴിഞ്ഞപ്പോ ചെറുക്കന് കയറി. ഇപ്പൊ ചെറുക്കനെ അഴിച്ചു വിടുമ്പോ ഇനി അമ്മ കയറി. അമ്മയും കൂടെ വന്നിട്ട് അവസാനം ഞാൻ ആളെ രണ്ട് കണ്ടീഷൻ. ഒന്ന്, ഇവിടെ കൊണ്ടുവരണം, 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വരും 2 ദിവസം നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. കാരണം പിശാച് ഭയങ്കര കെട്ടിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴേ അവിടെ പ്രാർത്ഥിക്കാൻ പോയ കക്ഷികളൊക്കെ ഞാൻ തിരുപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയ ആളുകളൊക്കെ അവരെ പറഞ്ഞു. അവര് ഒരുപാട് കാര്യം ദർശനക്കാരൊക്കെ അവിടെ ചെന്നപ്പോഴേ നല്ല കാശൊക്കെ പാസ്റ്ററുടെ മോൻ കുറെ വസ്തുവൊക്കെ പാസ്റ്ററുടെ മോനാണ് ചേട്ടൻ പാസ്റ്റർ. അവിടെ ചെന്നപ്പോഴേ റബ്ബർ തോട്ടം ഉണ്ടോ? പക്ഷെ വെട്ടുന്നില്ല. ലാഭമില്ലാഞ്ഞിട്ടല്ല, മിറ്റത്ത് പറമ്പിലോട്ട് ഇറങ്ങാൻ വേണ്ടി മനസ്സ്
വീടിനോട് ചേർന്ന് ഇറങ്ങുക, ചുമ്മാ കിടക്കുക. അപ്പുറത്തൊരുത്തം കാണിച്ചൊരു പണി, അയലോക്കാരെടുത്ത് കാണിച്ച പണിയാണ്. അത് കയറി പിടിച്ചു. മന്ത്രം ഒന്നും വിശ്വസിക്കുന്നില്ല, ആയിരിക്കില്ലേ? നല്ല വിശ്വാസിക്ക് പിടിക്കത്തില്ല, അല്ലാത്ത വിശ്വാസിക്ക് പിടിക്കും. മുഴുവൻ കെട്ടി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, സഭ എന്തിന് ഇതൊക്കെ അഴിച്ചു തരണ്ടേ? സഭ ഇതിനഴിക്കാൻ കഴിവില്ലാത്ത സഭയാണ്. ഈ പിശാചിന്റെ കെട്ടഴിക്കാൻ കഴിവില്ലാത്ത സഭയാണ്. എന്തിനീ സഭ? പിശാച് അഴിച്ചാൽ ചാടി അവിടെ ചെല്ലണം. നാടൻ ഭാഷ ചാടി അവിടെ ചെല്ലണം. പിശാച് ചരക്ക് എടുത്തോണ്ട് ഇപ്പൊ പോയി. ഈ വീട്ടിൽ തുടരാൻ നിന്നെ അനുവദിക്കില്ല. ഇത് പറയാനാണ് സഭ. ഇത് ശുശ്രൂഷ ചെയ്യാനാണ് ശുശ്രൂഷ. അല്ല തനിക്ക് സൗകര്യത്തിന് കാശും വാങ്ങിച്ച് ഇങ്ങനെ കുറച്ച് യോഗം നടത്തി ജനത്തിന് വന്നാൽ എനിക്കെന്ത്? കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞാണ്, ഞാൻ ആരോടും പണക്കത്തില്ല, പിശാചിനോട് ഞാൻ പണക്കത്തില്ല. എന്നോട് നേരിട്ട് പറഞ്ഞാൽ എനിക്ക് ആരോടും പണങ്ങുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ പറയാൻ അവർക്ക് ഒരു പണക്കവും പിശാചിനോട് ഇല്ല. കാരണം പിശാചിനെ തൊടാൻ പോയാൽ ചിലപ്പോൾ അടി വാങ്ങി. അങ്ങനെ അടി വാങ്ങിച്ച് ഞാൻ അതിനെ പോയി ഇളക്കി വെച്ച് വരുമ്പോ എന്റെ വീട്ടിൽ ഭാര്യയ്ക്ക് സോക്കേട് പിടിച്ച് കിടന്നാൽ ഞാൻ എന്തിനു പോണം? എന്നോട് പല പാസ്റ്റേഴ്സ് പിശാചിന്റെ മേൽ അധികാരം എടുത്തവർ വീട്ടിലുണ്ടായ പ്രശ്നം നിമിത്തം ഇന്ന പണി നിർത്തി. ഇപ്പൊ അവർ പോയില്ലേ? ഞാൻ പെന്തിക്കോസിന്റെ കാര്യം പറയാം. ഇന്നത്തെ പെന്തിക്കോസിന്റെ കാര്യം പറയാം. പണ്ടത്തെ പെന്തിക്കോസ് അറിയാം, ചില പഴയ പെന്തിക്കോസുകാരുണ്ടാക്കി ഒരു സോക്കേട് ഉണ്ടെങ്കിൽ അപ്പോഴവിടെ എത്തി വീട്ടിൽ സുഖമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിശാചികളെ ആക്രമിക്കാൻ നിന്നാൽ അതിനെ വെട്ടി വീഴ്ത്താൻ ആ വികാരമുള്ള ആത്മശുശ്രൂഷക്കാരുണ്ടായിരുന്നു. ആ കാലമെല്ലാം പോയിട്ട് ആർക്ക് എന്ത് വന്നാലും എനിക്കെന്ത് എന്ന് ചോദിക്കുന്ന ഒരു കാലത്തിന് പകരം ഇവിടെ എല്ലാം നമ്മുടെ കണ്ണു കെട്ടി വെച്ചാൽ അല്ലെ, ഇതാണ് നമ്മുടെ പണിയെന്ന് അറിയോ? അറിയില്ല. എന്റെ മേലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാതൊക്കെ ജീവിക്കണം. ഇത്രയൊക്കെ വെച്ച് നമ്മളെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നിടത്ത് ഈ പുള്ളിയുടെ കൈ ഒന്ന് തല്ലി ഓടിച്ചു. ഈ ദുഷ്ടപിശാചി നാളെ അലങ്കാര ഭാഷയ്ക്ക് പറയാ, അല്ലാതെ കൈ ഓടിക്കുന്നല്ല പറഞ്ഞാൽ. ഈ കണ്ണ് വന്ന് കുത്തിപ്പൊടിച്ചില്ല, അല്ലെങ്കിൽ കണ്ണ് പൊത്തി വെച്ചിരിക്കുക. ആ കല്ല് കൈയെടുത്ത് മാറ്റി കൽപ്പിക്കാൻ അങ്ങനെ വചനമുണ്ടെന്നറിയാം. അപ്പോൾ 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമായിരിക്കും. പൗലോസ് പറയുകയാണ്, അവരുടെ കണ്ണ് തുറപ്പ്. പരിചയമില്ലാത്ത അവർക്ക് പാപമോചനവും പിന്നീടുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിപ്പിക്കുന്ന അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അങ്ങനെ വലിയ ആത്മീയ അധികാരം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പോകുന്ന ആത്മീയ അധികാരം ഉണ്ട്. അതിനാ സഭ. അല്ലാതെ പിശാച് വന്നിട്ട് ചവിട്ടാനും അയക്ക് കയറി നൃത്തം ചവിട്ടാൻ അയക്ക് ബഹളം ഉണ്ടാക്കാൻ
അതിനുള്ളതല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ വിറയിൽ വരണം. ദൈവത്തിന്റെ ജനം നാട്ടിൽ കൂടെ ഇറങ്ങി നടന്നാൽ ദുർഭൂതങ്ങൾ ഭയപ്പെടണം. ആത്മാവിന്റെ അധികാരമുള്ള സ്ത്രീകൾ വേണം, പുരുഷന്മാർ വേണം. അവരെ കാണുമ്പോ പിശാച് പറയുന്നത് മാറി നിൽക്കാം, മാറി നിന്നില്ലെങ്കിൽ അവർ വന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവും എന്ന് പറയാൻ ദൈവത്തിന്റെ സഭയെ നിയമിച്ചെടുത്ത് അതൊന്നും ഇല്ലാതെ ഇന്ന് കേവലം നമ്മെ ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നിടത്ത് ഇനിയും ബാക്കി കൂടെ പറയും. മത്തായി 12:29 ചെയ്യാനുള്ള പണി പറയാം. മത്തായി 12:29 യേശു പറഞ്ഞ വല്ലവരുടെയും വീട്ടിൽ കയറി കവർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല യേശു പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? അതിന് മുമ്പത്തെ വാക്യത്തിലുണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കി. അപ്പൊ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു ഭൂതങ്ങളുടെ തലവനെ കൂടെ പുറത്താക്കാം. അപ്പോഴാണ് യേശു ചോദിച്ചത് അതങ്ങനെ പിശാചിനെ പുറത്താക്കിയാൽ പിശാച് തന്നെ വഴക്കിട്ട് ചിന്തിച്ച് വഴക്ക് നശിക്കില്ലേ? ഒരു രാജ്യം തന്നെ ചിന്തിച്ചാൽ അത് നിലനിൽക്കാൻ പറ്റില്ല. ആഭ്യന്തര പ്രശ്നം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ പരിശുദ്ധാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കി. 28 ഞാൻ പരിശുദ്ധാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കി. അപ്പൊ അങ്ങനെ പിശാച് കയറി പിശാച് കൊച്ചുപുള്ളിയൊന്നുമല്ല കേട്ടോ. പിശാചിന്റെ മുട്ട മുട്ടി ആളുകൾ പേടിക്കണം പറഞ്ഞ ചുമ്മാന്നുമല്ല, മുട്ട പുള്ളി. പക്ഷെ അയാളെ ജയിക്കാനുള്ള മാർഗം എന്താണെന്നറിയാം. അയാളുടെ മേൽ ജയമുണ്ടെന്നറിയാം. ആ ബലവാനെ പിടിച്ചെടുത്ത ഏത് വീട്ടിലും കഴിയുമെങ്കിൽ ബാക്കി കൂടെ പറയാം. കഴിയുമെങ്കിൽ വ്രതന്മാരെ എന്ന് പറഞ്ഞാൽ ആത്മീയത്തിനങ്ങ് ഭക്തി മൂത്തിരിക്കുന്ന ഒരാളെ എവിടെങ്കിലും ഇട്ടൊന്ന് ഞോണ്ടി ഒന്ന് തെളിയിട്ട് കുഴപ്പം കാണിക്കാൻ അങ്ങനെ നടക്കാനേ പണി. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരാളും ഭൂമിയിൽ ഇല്ല, സൂക്ഷിച്ചോണം. അപ്പോ ആ ബലവാനെ പിടിച്ചു. ഒരു വീട്ടിൽ ശല്യം ചെയ്യാൻ വരുന്ന ബലവാനെ പിടിച്ചു. ആര് പിടിച്ചു? നമ്മളെ പിടിച്ചു. ആ വീട്ടിൽ ചെന്ന് വെച്ച് തൊട്ടുപോകരുത് കൽപ്പിക്കും. നിന്റെ കൈയെടുത്ത് പൊയ്ക്കോണമെന്ന് കൽപ്പിക്കണം. നിങ്ങൾക്ക് കേട്ടിട്ട് ഒരു വിശ്വാസവും അങ്ങനൊക്കെ കുറെ കാര്യമുണ്ട്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതിനാണ് സഭയെ വെച്ചത്. അതാണ് സഭയുടെ ഉദ്ദേശം. ആ ബലവാനെ പിടിച്ചു കിട്ടണമെങ്കിൽ പിന്നെ അമിത ബലം കേട്ടില്ലേ? ആ വാക്യം കേട്ടില്ലേ? ഒടുവിൽ കർത്താവിന് അവന്റെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമിതബലം. അമിതബലം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ ഓരോ അതിന് ഓരോ അധികാരവും ശക്തി ഉണ്ട്. ആ നാട്ടിലെ പെന്തിക്കോസുകാരന് അയാളേക്കാൾ കൂടിയ ശക്തി. സ്തോത്രം. എന്റെ ഭാഷയ്ക്ക് പറയണം 5 ഹോഴ്സ് പവർ ശക്തിയാണ് അവനെങ്കിൽ 10 കൊണ്ട് ഓടിക്കണം. ഒറ്റ ഇടി കൊടുത്ത താഴെ അങ്ങനെ ഓടുന്നു. അല്ല ബലാബലമെന്നും പറഞ്ഞൊന്നും നിന്നാ പറ്റില്ല. ഒരു ദിവസം നമ്മളെ എടുത്ത് മറിച്ച് തള്ളിയിടും, പിറ്റേ ദിവസം നമ്മളെടുത്ത് അയാളെ അടുത്ത് മറിച്ച് തള്ളിയിടും. അങ്ങനത്തെ പോക്കെല്ലാം കൊണ്ട് ചേർന്നാൽ ഇടിക്കുക. ഏത് കോട്ടയെയും ഇടിക്കാൻ മതിയായ ആത്മശക്തി ലഭ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അതിന് ജനം തയ്യാറാണ്. അതിനുള്ള മാർഗമാണ് വിശുദ്ധ ജീവിതവും ആത്മാവിലുള്ള പ്രാർത്ഥന. ഞാൻ മുമ്പ് പറഞ്ഞ ബാക്കി പറയാം. അന്ന് പ്രാർത്ഥന തുടങ്ങി ഇന്ത്യ രാജ്യത്തെ ബലത്തിലിരുന്ന ദുർഭൂതങ്ങൾ എവിടെല്ലാം പ്രാർത്ഥനക്കാർ പോയോ അവിടെ അതിന് ശക്തി. ഈ വടക്കേന്ത്യയിൽ ഈ പറഞ്ഞ സംഭവം ഒന്നും പണ്ടില്ലായിരുന്നു. ഇവിടെ ഭയങ്കര എതിർപ്പാണ്. സുവിശേഷത്തിൽ ഭയങ്കര എതിർപ്പാണ്. ഇപ്പൊ ചുമ്മാ ഒന്ന് എതിർപ്പുണ്ടായതല്ല. കണ്ടമന ആളുകൾ വിശ്വസിച്ചതിനാണ്.
ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇവരുടെ കണക്കൂട്ടൽ എന്താണെന്നറിയോ? ഇന്ത്യ ക്രിസ്തീയ രാജ്യമായി ഇക്കണക്കിന് പോയാൽ. അതുകൊണ്ട് ഇവരെ പിടിച്ചു കെട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഈ രാജ്യം സംഘടിതമായി നിങ്ങൾക്കറിയില്ല, അവർക്കറിയാം ഇവിടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യം. നമ്മളിവിടെ ഒന്നും അറിയാൻ മേലാതെ കേരളത്തിൽ എന്തോ ഒതുങ്ങി കഴിയാണ്. ഈ രാജ്യത്തെ ദുർഭൂത ശക്തികൾ നിർവീര്യമായി ജനം വിടുവിക്കപ്പെടുന്ന ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ദൈവം എഴുന്നേൽപ്പിച്ച കുറെ പ്രാർത്ഥനക്കാരെ മനസ്സുണ്ടോ? നിങ്ങളുടെ പള്ളികൾ വിടുവിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. എന്റെ പള്ളി ഒന്ന് രക്ഷപ്പെടണം, എന്റെ സഭയൊന്ന് രക്ഷപ്പെടണം, ഒരാത്മപ്രവൃത്തി എന്റെ സഭയിൽ ആരംഭിക്കണം. ഇന്നത്തെ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഞങ്ങളെ മനിതരാക്കിയ പിശാചിനെ പിടിച്ച് പുറത്താക്കണം. മേലെ പള്ളി കയറിപ്പോരുത്, ഒറ്റ വിശ്വാസിയുടെ വീട്ടിൽ കയറിപ്പോകരുത്. നീ ദുരാലോചന കൊണ്ട് ഓരോ വിശ്വാസിയുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നിടത്ത് നിന്നെ മേലെ ഒറ്റ വീട്ടിൽ കേട്ടില്ല എന്ന് പറയാൻ ആത്മ അധികാരമുള്ള ചില വിശ്വാസികൾ പാസ്റ്റർ കയറുള്ള അധികാരം. ചുമ്മാ യോഗം നടത്താൻ വേണ്ടി പാസ്റ്റർ അല്ല വേണ്ടത്. പാസ്റ്റർക്ക് പിശാചിനെ പിടിച്ചു കെട്ടാൻ അധികാരം വേണം. പാസ്റ്ററുടെ ഭാര്യയ്ക്ക് പിശാചിനെ നിലയ്ക്ക് നിർത്താൻ അധികാരം വേണം. അങ്ങനെ ദൈവത്തിന് കുറെ പേരെ ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് ഈ ഉണർവ് നടക്കുന്ന ഇൻഡിപെൻഡന്റ് സഭകളുടെ ഉണർവ് നടക്കുന്നു, അവിടെ എല്ലാം വിടുതൽ നടക്കുന്നതാണ് അവര് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ വിടുതലില്ലെങ്കിൽ അവിടെ ആരും കയറുകയില്ല. ഇവിടെ ആള് വരും, വിടുതലുണ്ടെങ്കിൽ ആളിവിടെ വരും. അല്ല, നിങ്ങളുടെ സാധാരണ യോഗം നടത്താൻ കേൾക്കാൻ അതിനേക്കാൾ നല്ല യോഗങ്ങളിൽ പാടും ഉണ്ടെന്നേ. ഇങ്ങനെ മാർത്തോമായി നാളെ പോകുന്നുണ്ട്, അവർ ഉണർവ് യോഗം തുടങ്ങി. മാർത്തോമായി ഒത്തിരി പേര് പോയി, അത് നിർത്താൻ വേണ്ടി അവർ ഉണർവ് യോഗം തുടങ്ങി. അവർക്ക് അന്യഭാഷ നല്ല പള്ളി, നമുക്ക് അത്രയും നല്ല പള്ളി ഇല്ലല്ലോ. അവരുടെ അച്ഛന്റെ കുപ്പായം കണ്ട ബഹുമാനം നിങ്ങൾ ഉപദേശിച്ചു ഉൾക്കൊണ്ട ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അത്ര ഞാൻ ഇപ്പൊ അത്ര പറഞ്ഞു. അവർക്ക് സ്തോത്രം ഹല്ലേലൂയ. പണ്ട് നമ്മളെ കളിയാക്കലാണ് അവർ ഹല്ലേലൂയ പറഞ്ഞത്. ഇന്ന് അവരത്ര പറയുന്നുണ്ട്, അത്ര ഹല്ലേലൂയ നമ്മൾ പറയും. നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. പിന്നെ എന്തോ ഇവിടെ ആള് പറയണമെന്ന് പറയുന്നത്. വിടുതൽ കൊടുക്കാൻ സഭ തയ്യാറുണ്ടോ? ഇന്നും പള്ളിയിൽ ആളുകൾ എടുത്തു പറയും, ഇവിടെ രോഗിസുഖമാണ്, ഇവിടെ ഭൂതശക്തി വിട്ടുപോകണം. നിങ്ങളുടെ ഒറ്റ കുടുംബത്തിൽ ദുഷ്ട പിശാചി കയറാതെ പിടിച്ചു കെട്ടാൻ അധികാരമുള്ള സംഘം ഇവിടെ എഴുന്നേറ്റ. ഞാൻ പറഞ്ഞില്ലേ, അതിൽ രാജ്യം മുഴുവൻ നടക്കുന്നു. അങ്ങനെ അഭിഷേകം പ്രാപിച്ച ഒരു സംഘം ഇവിടുത്തെ സ്വതന്ത്ര സഭകളിൽ എഴുന്നേറ്റിരിക്കുന്നു. നമുക്കൂടെ വേണ്ടേ? വേണ്ടേ? പഴയ പെന്തിക്കോസ്തേ നമുക്കൂടെ വേണ്ടേ? വേണോ? ആമേൻ. അല്ല, ഇതൊരു കാര്യം പറഞ്ഞു നിർത്താൻ. 1000 പേരുള്ള സഭ എനിക്ക് വേണം എന്ന് പറയാൻ ഇതിനകത്ത് എത്ര പേര് ഇതുവരെ ഉണ്ടായി? അങ്ങനെ ദർശനം നമുക്കുണ്ടാവുള്ളൂ. ഉണ്ടായില്ല, ബാക്കി പരിപാടിക്ക് പോകണം. അടുത്ത കാര്യം ഞാൻ ഇന്നുള്ള കാര്യം പറയാൻ. ഞാൻ ഒരു പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. ദൈവം എന്നെ സഹായിക്കാൻ പോകുന്നു. ഇവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ പോകുന്നു. ദേശത്ത് ഉണർവുണ്ടാവാൻ പോകുന്നു. ഇവിടെ ഒരു സഭ പണിയാൻ പോകുന്നു. ഇവിടെ 1000 പേരുള്ള സഭ ഉണ്ടാവാൻ പോകുന്നു. 5000 പേരുള്ള സഭ ഉണ്ടാവാൻ പോകുന്നു എന്ന് പറയാൻ അത് സ്വതന്ത്രം പറഞ്ഞു. അവർക്കാരും സഭ കൊടുത്തതല്ല, സ്വതന്ത്രം പറഞ്ഞു. ആളുണ്ടായി, നമുക്ക് കാശ് ഇല്ല, ഉണ്ടെങ്കിൽ പുറത്തെടുക്കത്തില്ല. അത് എൻ്റെ പിള്ളേരുടെ ആവശ്യത്തിന് നമ്മുടെ കാശ്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ഈ അമേരിക്ക പോയ സമയത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. വേറെ ഒരു സ്വതന്ത്രനെ വിളിച്ചു, വേറെ ചിലരോടുണ്ട്. അപ്പൊ ഈ സ്വതന്ത്രൻ പ്രസംഗിക്കുകയാണ്, ഞാനും പ്രസംഗിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ
ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് കാണണം. ഒരാളെ പറഞ്ഞു എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മുറി ചെന്നു. അത് ഒരു ഹോട്ടൽ മുറി അല്ലല്ലോ, ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ആ മുറി ചെന്നു. അപ്പൊ എന്നോട് കുറേ നേരം വർത്താനം പറഞ്ഞു വെച്ചേ പോകാൻ നേരം എനിക്കൊരു സ്തോത്രാഴ്ച. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇവിടെ സ്തോത്രാഴ്ച. അങ്ങനെ ഒത്തിരി സ്തോത്രാഴ്ച വാങ്ങിക്കുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് അയാൾ ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യൻ, ഇന്ത്യയിലെ പാസ്റ്റർ. ഞാൻ സ്ഥിരം അമേരിക്ക. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാശ് വേണ്ട. അയാൾ പറഞ്ഞു ഇല്ല, വാങ്ങിച്ചേ വെച്ചു. നിർബന്ധം വാങ്ങിച്ചേ വെച്ചു. കാശ് എത്ര കാശാന്നറിയാം? ഒരു 1.5 ലക്ഷം. $2000 അമേരിക്കൻ കവർ ചെയ്തു. ആര്? ഇന്ത്യയിലെ സ്വതന്ത്ര സഭയിലെ കാശുണ്ടാവില്ല. നമ്മുടെ ഒന്നാലോചിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ദൈവപ്രവൃത്തി ദേശത്ത് വന്നിരിക്കുന്നു, നമുക്കൂടെ വേണം. ഇതിനകത്ത് ചില ശുശ്രൂഷകർ, ചില വിശ്വാസികൾ പറയാനുണ്ടോ എന്റെ സഭയുടെ സ്ഥിതി മാറിയേ പറ്റും, മാറ്റാൻ പോകും. ഞാൻ കുറഞ്ഞ പക്ഷം പറയാം, 1000 പേരുള്ള സഭ ഞാൻ പണിയാം. എടുത്തു പറയാം, 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് 1000 പേരുള്ള സഭയുണ്ടാകാം. 10 വർഷം ഇവിടുത്തെ സ്വതന്ത്രന്മാർക്കുണ്ടായി. അതിന് നമ്മളെ ചതിച്ച് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ പിശാചിനെ അങ്ങനെ സഭ വളരില്ലെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നില്ലേ? അയാളെ പുറത്താക്കണം. നമ്മുടെ ബുദ്ധി മന്ദമാക്കി, നമ്മുടെ ശക്തി കെടുത്തി ഇയാളെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ അതിന് പ്രത്യേകം പ്രാർത്ഥന വേണം. ദൈവമേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന നടക്കില്ല. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയെ പ്രാർത്ഥിച്ച് പരിചയമുണ്ട്. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയല്ലേ അറിയാവുന്ന. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എത്ര കാര്യം പ്രാർത്ഥിക്കാൻ പറ്റും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പ്രാർത്ഥിക്കാൻ പറ്റും. പിശാച് നിങ്ങളെ ഇടിക്കാൻ പറ്റും. നിങ്ങൾ കണ്ടോ? കണ്ടില്ലല്ലോ. ഇടിയും വാങ്ങിച്ച് വീണ് കഴിയുമ്പോഴേ അറിയില്ല അല്ലേ? അപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഇടി കിട്ടി കഴിയും. അല്ലേ? പാതാളത്തിൽ നിങ്ങൾക്കെതിരെ ഒരു കാര്യം പ്ലാൻ ചെയ്ത അന്നേരം അതിനെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പ തന്നെ അതിനെ നിർവീര്യമാക്കി കളയാം. അങ്ങനെ ചില മണ്ഡലങ്ങളൊക്കെ നിങ്ങൾ മടുത്തെടുത്ത് ഞങ്ങൾ പറയാൻ പറഞ്ഞ കാര്യം പറയാമോ? അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന പിശാചിനെ ചെറുക്കുന്ന പ്രാർത്ഥന, പിശാചിന്റെ പ്രവൃത്തിയെ ആഴിക്കുന്ന പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിച്ച് പഠിക്കണം. 2 അന്യഭാഷ പറഞ്ഞ ശീലമല്ലേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് പേർക്ക് അന്യഭാഷ ഇഷ്ടമല്ല. പെന്തിക്കോസ്തി കുറച്ച് പേർക്ക് അന്യഭാഷ ഇഷ്ടമല്ല. ഏതാണ്ട് ഭയങ്കര കുഴപ്പം പറ്റി ഇവർക്ക് മണ്ടത്തരമാണെന്ന് പറയുന്ന കുറെ പേര് പെന്തിക്കോസ്തിലുണ്ട്. അന്യഭാഷ പറയാൻ ഇഷ്ടക്കേടുള്ള ഞങ്ങളെ ആത്മാവ് പഠിപ്പിച്ചത് അന്യഭാഷ പറയാനല്ല, അന്യഭാഷയെ പ്രാർത്ഥിക്കുക, അന്യഭാഷയെ പാടുക. ചില ദിവസങ്ങൾ ഞങ്ങൾ ആത്മാവിൽ പാടിക്കൊണ്ടിരിക്കും, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഇപ്പൊ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ബുദ്ധി കൊണ്ട് വണ്ടിക്കകത്ത് പാടരുതെന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് ഞങ്ങളുടെ ദൈവം. ആത്മാവിൽ പ്രാർത്ഥിക്കും. രാവിലെ തുടങ്ങി സന്ധ്യ വരെ അങ്ങനെ പറ്റും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിശാചിനെ ചെറുക്കും, പിശാചിനെ തോൽപ്പിക്കും. അന്യഭാഷ ഇഷ്ടമല്ലാത്ത പെന്തിക്കോസ്തുകാരോട് പറയാണ്, നിങ്ങൾ പിശാചിനെ തോൽപ്പിക്കണം. ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും. അല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ മിടുക്കൊണ്ട്, നിങ്ങളുടെ പള്ളിക്കൂടത്തിലെ പഠിത്തം കൊണ്ട് നിങ്ങളെ എന്തോന്നെല്ലാം പഠിച്ചിട്ട് വന്നാലും നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആത്മമണ്ഡലത്തിൽ പിശാചിനെ തോൽപ്പിച്ച് ജയമെടുക്കാം.
അപ്പൊ ഞങ്ങളിവിടെ വന്നതാണ് നിങ്ങളുടെ കൂടെ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ പിശാചിനെ ഒന്ന് പിടിച്ചു കിട്ടുന്നായിരുന്നു നിങ്ങളോട് പറയാനും. നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളും കൂടെ ചേർന്ന് പിടിച്ചു കഴിച്ചാൽ ഞങ്ങൾക്ക് അതിന് അധികാരം ഞങ്ങൾ അധികാരത്തിൽ സഞ്ചരിക്കുന്നത്. പിശാചിന്റെ മേലെ അധികാരത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പിശാചിനെ പേടിക്കുന്നവരാണ് ഇതിനകത്തില്ല. അതിന്റെ കോട്ട കയറി ഇടിക്കുന്നവർ പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. അതിനെ ഏത് കോട്ടയെ കയറി ഇടിക്കാൻ. അതുകൊണ്ട് കുണ്ടറ കൊല്ലം സെക്ഷനിലെ അസംബ്ലി സപ്പോർട്ട് സഭകളോട് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ കണ്ണുകൂടാക്കി നിന്നെ കൊണ്ട് വലിയ സഭ പറ്റില്ല, നിനക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുന്നിടത്ത് ഒന്ന് പുറത്തു വരാൻ, ബാക്കിയുള്ളവർ കണ്ണു തുറന്നു നമ്മുടെ കണ്ണുകൂടെ തുറക്കാൻ ആത്മശക്തിയോട് രംഗം വല്ലവരും തയ്യാറുണ്ടോ? സഭകൾ തയ്യാറുണ്ടോ? ജനം തയ്യാറുണ്ടോ? ശുശ്രൂഷകന്മാർ തയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പ്രാർത്ഥിക്കാമെന്നാണ് ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റിരിക്കാം. ആരോഗ്യം ഉണ്ടെങ്കിൽ ക്ഷീണമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യം വല്ല ഉള്ളാന്ന് തോന്നുന്നു, അതോ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കാമെന്നാണ്? ഇത് ദൈവത്തിന്റെ സത്യമാണെന്ന് വല്ലതും ചിന്ത വല്ലതും ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഉള്ളാന്ന് പിന്നെ നടക്കട്ടെ, വേണ്ടേ? ആത്മമണ്ഡലത്തിലേക്ക് വരൂ, കാര്യങ്ങൾ പരിഹാരം ഉണ്ടാവും. ഏറെ കാലം സഭ മണ്ഡലത്തിൽ ജീവിച്ചു മനുഷ്യനെ മിടുക്കൊണ്ട് നടത്തി. അങ്ങനെ വലിയ മിടുക്കന്മാരൊന്നും വ്യക്തിഗതയില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും നടത്തിയില്ല. ആത്മമണ്ഡലത്തിൽ ഏതിനും പരിഹാരം. പാതാളത്തിന് ശക്തിയെ നിർവീര്യമാക്കാൻ അതിന് ബലം. ഇന്ന് രാത്രി അതുകൊണ്ട് ആ കോട്ടയിൽ നിന്ന് ഇടിക്കാൻ അത് ഞങ്ങൾ ആത്മാവിൽ ഇടിക്കാൻ പോകും. കാരണം ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ശരീരത്തിൽ അറിയാം. അങ്ങനെ വലിയ വിശ്വാസം വരുന്ന സമ്മതിക്കാത്ത ആത്മാവിനകത്ത് വ്യാപരിക്കും. പോയവല്ല പോക്കിന് പോയാൽ മതി, അതിനപ്പുറത്തൊന്നും ചിന്തിക്കണ്ട എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ഇതിനകത്ത് വ്യാപരിക്കുന്നു. അതുകൊണ്ട് അതിനൊന്ന് ഇടിക്കാൻ പോകും. ഞങ്ങൾ അതിനെ ഒന്ന് ആത്മശക്തിയോട് ഇടിക്കാൻ പോകും. ആ കോട്ടയ്ക്കെതിരെ ഞങ്ങൾ ആത്മാവിൽ നീക്കം ചെയ്യാൻ പോകും. നിങ്ങൾക്കൂടെ ഞങ്ങളുടെ കൂടെ ചേരാൻ മനസ്സുണ്ടെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കൂടെ ചേരാൻ മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ആത്മാവിൽ ഇടിക്കാൻ പോകണം. നിങ്ങളുടെ തന്നെ വീട്ടിൽ ചിലതിനെ തകർത്തിട്ടിട്ടില്ലേ, നാശം വച്ചിട്ടില്ലേ? അതിനെ പിടിച്ച് പുറത്താക്കാൻ മനസ്സുണ്ടോ? എന്ന് പറയാൻ അധികാരം എടുക്കാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എന്റെ വീട്ടിൽ നീ നടത്തിയ നാശത്തിന്റെ വിത്ത്, അത് ശരീരത്തെ ദണ്ഡിപ്പിച്ചതായിരിക്കാം, തകർത്തതായിരിക്കാം, കൊച്ചിന്റെ സ്വഭാവത്തിന് വികലത വരുത്തിയായിരിക്കാം. അതിനെ ഒന്ന് പിടിച്ച് പുറത്താക്കണമെന്ന് ആഗ്രഹമുള്ള വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ രാത്രി ആത്മാവിൽ ജാഗരിക്കാൻ തയ്യാറാണ്. അല്പസമയം ഹൃദയം മണക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി മനസ്സോട് ചെയ്തോളൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ ഞാൻ ചോദ്യം ചെയ്യില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടേ ചെയ്യാം, മനസ്സുണ്ടേ ചെയ്യാം.
ഇല്ലേ? നിങ്ങൾക്ക് അനങ്ങാതെ നിൽക്കാം. That's all right. പക്ഷേ ഇതിനകത്ത് ചിലതിനെയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് സന്ദർശിച്ചു. ചിലതിനെയെങ്കിലും. സമയം പോയതെന്ന് വിചാരിക്കണ്ട. നേരം വിലക്കുന്നവരുടെ സമയമുണ്ട്. സ്വല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നമ്മുടെ സാധാരണ യോഗം അല്ല. സാധാരണ യോഗത്തിൽ നിങ്ങൾ 8-8 നിർത്തിയിട്ട് പോയാൽ ഇത് അങ്ങനത്തെ യോഗമല്ല. ഇതിന് ദൈവപ്രവർത്തിക്ക് വേണ്ടി വന്ന യോഗം. അതുകൊണ്ട് ആരും വാച്ച് നോക്കണ്ട, ആരും സമയം നോക്കണ്ട. നിങ്ങൾക്ക് ആർക്ക് ക്ഷീണമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോവാം, അതിന് തടസ്സമില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ ഈ യോഗം നോക്കുന്ന ഒരു ആത്മപ്രവർത്തി കണ്ടിട്ട് ഞങ്ങൾ യോഗം നിർത്തുള്ളൂ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിനക്ക് ദോഷം വരുന്നില്ല എന്ന് പറഞ്ഞവന്റെ വചനമനുസരിച്ച് എടുത്തു പറയുന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ സഭ തയ്യാറായിക്കൊള്ളണം. ഇന്ന് രാത്രി വിളിച്ചു പറയണം, പിശാചേ, സഭയ്ക്കകത്ത് എന്റെ വീട്ടിൽ നീ ചെയ്ത പ്രവൃത്തി ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കുന്നു. അതിന്റെ ഒരു ചരക്കം വെച്ചോണ്ട് ഞാൻ വീട്ടിൽ പോവില്ല. ഓ റബ ശത്തു റബ കസിയ റുട്ടെ റീഖമാന ഹത്തു റബല ശബ്ദരെ സഭയിൽ കയറി നീ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങളുടെ ഐശ്വര്യങ്ങളെ മേലെ നിന്ന് ഞങ്ങളുടെ പള്ളിക്കകത്ത് കേട്ടില്ല.
ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകാം, പ്രത്യേകം പ്രാർത്ഥിക്കാം. പൊതുവെയുള്ള പ്രാർത്ഥന മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പിശാച് കുറെ ശല്യം, കുറെ നാശം, അത് ഇന്ന് അഴിച്ചു. നിങ്ങളുടെ വീട്ടിലെ കാര്യമാണ് ഇന്ന് അഴിച്ചു. സഭയിൽ പിശാചിനെ തിന്മ ഇനി സമ്മതിക്കില്ല. അതിനെ ഞങ്ങൾ നിർത്തലാക്കണം എന്ന് പറയാൻ തീരുമാനമെടുത്തൊരു ആത്മീയ അധികാരത്തിൽ മനസ്സ് വെക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ബാക്കി എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിക്കാം, പക്ഷേ ഇവരോട് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കാം. കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അല്പം താമസിച്ചെങ്കിലും ഇതുപോലെ എല്ലായ്പ്പോഴും മീറ്റിംഗ് ഉണ്ടാകില്ലല്ലോ. ഈ പ്രാർത്ഥന യാത്രയുടെ മൂന്നാമത്തെ രാത്രി ദൈവം മുടികൊടുത്ത വഴികളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഈ ആലയത്തിന് ഫ്രണ്ടിൽ ഒരു പുതിയ വണ്ടിയുണ്ട്. കഴിഞ്ഞ പൊതു ആരാധനയ്ക്ക് നമ്മുടെ ചമ്മൽ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥന യാത്രയ്ക്ക് ഭാരതങ്ങൾ സഞ്ചരിക്കത്തക്ക നിലയിൽ ഇതുവരെയും വാടകയ്ക്ക് വാഹനമെടുത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു പുതിയ വാഹനം തരാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും സ്പോൺസർ എന്ന് പറഞ്ഞു നമ്മുടെ സമൂഹത്തിലെ ഒരു സഹോദരൻ കുടുംബമായിട്ട് നമ്മുടെ സമൂഹത്തിലൊരു വാഹനം വാങ്ങിച്ചു തന്നു. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. മുഖത്തുള്ള സഭയോടും വിശേഷ സെക്ഷനോടും സെക്ഷൻ കമ്മിറ്റിയോടും എല്ലാ ദേവദാസന്മാരോടും ഈ പ്രേയർ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അരിപ്പാർശ്വം കടന്നുകൊണ്ട വിശേഷ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് ദാസ ഈ സെക്ഷൻ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു മീറ്റിംഗ് നമുക്കിവിടെ കുണ്ട്ര സെക്ഷൻ നടത്താൻ കർത്താവിടയാക്കി. പ്രത്യേകാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് പ്രിയ ടി ജെ ശമുൽ സാറിനോടും തോമസ് ഫിലിപ്പ് പാസ്റ്ററോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു.
അധികാരം